വിചാരങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ചിന്തകളിൽ ഒന്നുപോയ കുറവുകളെല്ലാം ക്ഷമിക്കണമേ എന്നൊക്കെ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി കേട്ട് പറയാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും പിതാവേ,
ദിവസത്തിന്റെ പ്രഭാതത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പഴയ നിയമ വേർപാട് ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള ദൈവജനങ്ങളെ ശ്രദ്ധിപ്പിൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും ഒളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഇങ്ങനെ ഇന്നത്തേക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന പഴയ നിയമം വായിച്ചിരിക്കുന്നു. സങ്കീർത്തനം 132. 132-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. 132-ാം സങ്കീർത്തനം. യഹോവേ, ദാവീദിനെയും അവന്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ. ഞാൻ എന്റെ കണ്ണിനെ ഉറക്കവും എന്റെ കൺപാളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. നാം അവന്റെ തിരുവാസത്തിലേക്ക് ചെന്ന് അവന്റെ പാദപീഠത്തിങ്കൽ നമസ്കരിക്കുക. നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും. അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. അവിടെ ഞാൻ ദാവീദിനെ ഒരു കൊമ്പ് മുളപ്പിക്കും. എന്റെ അഭിഷിക്തനെ ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. Oh
വിശുദ്ധമായ ആരാധനയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലേഖനം എന്ന് പാഠഭാഗം വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവാക്കളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇതാണ് ദൈവം ചെയ്യപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളുടെ പാഠഭാഗം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 20-ാം വാക്യം തുടങ്ങി 28-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങി 28-ാം വാക്യം വരെ. അന്ന് സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കെ വന്നു നമസ്കരിച്ചു. അവരോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. അവനവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല. എന്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നിരസപ്പെട്ടു. യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപതിമാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. സുവിശേഷ അവസാനിക്കുന്നു.
എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് കട്ടുപ്പാറ CSI സഭയിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റു. സാധാരണ മറ്റ് പ്രോഗ്രാമൊന്നും ഇല്ലാതെ ഞായറാഴ്ച വന്നാൽ ഇതുപോലെ ഓരോരോ സഭകളിൽ ഇങ്ങനെ പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെയാണ് ഇന്നിവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രത്യേകിച്ച് നേരത്തെ മുൻകൂട്ടിയുള്ളൊരു പ്ലാൻ അല്ല, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്തതല്ല എന്ന് ആദ്യം അമുഖമായിട്ട് പറയട്ടെ. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇടവച്ചനോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇവിടുത്തെ സമയമൊക്കെ ചോദിച്ചു. ഇവിടെ ആരാധന കൂടുന്ന കാര്യം പറയുകയുണ്ടായി. അച്ഛൻ സാറിനോടത് പറഞ്ഞു. ഞാൻ രാവിലെയാണ് സാറിനെ വിളിച്ചത്, ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ സാറ് അന്നേരവും ഇപ്പോഴും വളരെ ആത്മാർത്ഥമായും വളരെ സന്തോഷത്തോടെയും സ്വാഗതം ചെയ്തു. വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തു. അതിന് പ്രത്യേകമായി ഞങ്ങൾ കുടുംബമായിട്ടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തു. ഇതിനു മുമ്പും ഇതുപോലെ ചില സമയങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷമാണ് ഇവിടെ വന്ന് ആരാധന കൂടുന്നത്. ആലയവും അതുപോലെ തന്നെ പരിസരങ്ങളെല്ലാം വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്നും കൂടെ ഞാൻ സമയത്ത് അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസം കമ്മിറ്റി ഇവിടുത്തെ ചില ആവശ്യങ്ങളൊക്കെയും അവർ തുറന്ന് ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെയും ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ അപേക്ഷകളൊക്കെയും സമർപ്പിച്ചു. ആ കാര്യങ്ങളെല്ലാം അനുഗ്രഹമായി ഭംഗിയായി നടത്തപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ പ്രദേശങ്ങളൊക്കെയും വളരെ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് വാഗമണ്ണിൻ്റെ ഈരാറ്റുപേട്ട തൊട്ട് വാഗമണ്ണിൻ്റെ ഒരു പ്രദേശമാണല്ലോ ഈ ഒരു ടൂറിസ്റ്റ് പ്രദേശമായിട്ട് വളർന്നു വരുന്ന ഒരു മേഖലയാണ്. രാവിലെ നമ്മൾ വരുമ്പോൾ ധാരാളം വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഞായറാഴ്ച ശനിയാഴ്ച അവധി ദിവസം എല്ലാം ധാരാളം വാഹനങ്ങളാണ് വരുന്നത്. വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ, വലിയ വാഹനങ്ങളെല്ലാം വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇതുപോലുള്ള സീസണിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് വിശേഷപ്പെട്ട സ്ഥലങ്ങളൊക്കെയും സന്ദർശിക്കാനായിട്ട് ധാരാളം ആളുകൾ പോയി വരുമ്പോൾ ഇവിടെ എല്ലാം കണ്ട് പോകുന്നൊരു പതിവ് ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെയും നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ നമ്മൾ ഇവിടെ നിന്ന് കണ്ട് പോകാനായിട്ട് പറയാറുണ്ട്. കാരണം ഇതൊരു ഈ ഒറ്റയിട്ടിൽ നിന്ന് നമ്മളിങ്ങോട്ട് മാറി നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ വരുന്നതും ഈ സഭ കണ്ട് പോകുന്നതൊക്കെയും അങ്ങനെ പറയാറുണ്ട്. സമയം കിട്ടുമ്പോൾ അവർക്ക് വരുമാറുണ്ട് എന്ന് ഞാൻ സമയത്ത് ഓർക്കും. അതുകൊണ്ട് ഇത് ഇങ്ങനെ വളരെ മനോഹരമായും ഭംഗിയായും സൂക്ഷിക്കപ്പെടുന്നത് നമുക്കെല്ലാവർക്കും ഭാവിയിലും വളരെ അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. സഭാജനങ്ങൾ കുറച്ചധികം പേര് ഇവിടെ അടുത്തെന്ന് പറയാൻ തീരെ അടുത്തായിട്ട് നമുക്കില്ല. ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെയാണ് താമസിക്കുന്നത്. മറ്റ് തൊഴിൽപരമായ പല കാര്യങ്ങളാൽ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട്. വളരെ പഴക്കമുള്ള അല്ലെങ്കിൽ ഒരു സഭയാണ് ഇത്. സഭ സ്ഥാപിതമായ അന്ന് തൊട്ട് വളരെ ഭംഗിയായിട്ട് ഈ സഭാകാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെയും വളരെ അനുഗ്രഹമായി പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ മനോഹരമായ താമസ സൗകര്യങ്ങൾ വരുന്ന ശുശ്രൂഷകർക്ക് താമസിക്കാനുണ്ട്. ആരാധിക്കാൻ വളരെ നല്ലൊരു ദേവാലയമുണ്ട്. ആരാധിപ്പാൻ ഒരു കൂട്ടം ജനങ്ങളുണ്ട്. തീർച്ചയായിട്ടും വേനൽ കടുക്കുമ്പോൾ ഒരു 3-4 മാസത്തേന് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുകയുണ്ടായി. ഇവിടുത്തെ പൊതുവെ ഈ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ ആകുന്നുവല്ലോ. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അത് നിങ്ങളുമായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ചെറിയ സഭകൾ അതിൻ്റെ അവിടുത്തെ ലോക്കലായിട്ടുള്ള വരുമാനങ്ങൾ കൂട്ടി പ്രാദേശികമായ സഭകളെ മാക്സിമം അതിൻ്റെ ഒരു സ്വയത്രാണത്തിൽ പോകുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് എല്ലാവരും, സഭാമക്കളെല്ലാവരും ചേർന്ന് അത് ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. ഇതുപോലെ ഇപ്പോൾ റബ്ബർ ആണ് ഇവിടുത്തെ നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു വരുമാന മാർഗം എന്ന് പറയുന്നത്. റബ്ബറിന് വില കുറഞ്ഞത് കാരണം പലരും റബ്ബർ വെട്ടി കൊടുത്തു. പിന്നെ റബ്ബർ പലരും വെച്ചില്ല. പക്ഷേ ഇപ്പോൾ റബ്ബറിന് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ റബ്ബർ വില കൂടിയിരിക്കുന്നു. കൂടി വന്നപ്പോൾ വെട്ടാനില്ല, റബ്ബറും വെട്ടാനില്ല, വെട്ടാൻ ആളുമില്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കൃഷി നശിപ്പിച്ചതിന് ശേഷം കൃഷി ചെയ്യുന്നത് ഒരിക്കലും ഒരു കർഷകരെ സംബന്ധിച്ച് അതൊരു നല്ലൊരു രീതിയല്ല. കാരണം വില വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും? ഓരോരോ കാലഘട്ടങ്ങളിൽ കയറി ഇറങ്ങി വരും എന്നുള്ളതിന് സംശയമില്ല. നിങ്ങൾക്കറിയാം, റബ്ബർ വെട്ടി വാനിലയൊക്കെ കൃഷി ചെയ്തതാണ് അല്ലേ. വാനിലയ്ക്ക് വില കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വാനില എല്ലാ ആൾക്കാർ കളഞ്ഞു. റബ്ബറും പോയി, വാനിലയും പോയി. പക്ഷേ വാനിലയ്ക്ക് ഇപ്പോഴും എന്തുണ്ട്? ഒരു വിലയുണ്ട്. അത് തീരെ താഴോട്ട് പോയിട്ടില്ല. 3000 എന്നുള്ളത് പകുതി ആയപ്പോഴാണ് വില കുറഞ്ഞത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ
വളരെ ആദായകരമായ കൃഷിയായിരുന്നു. ഇപ്പോൾ ഇല്ല, ചില സ്ഥലങ്ങളുണ്ട് വളരെ ആദായകരമായി അത് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെയും വെട്ടാതെ നിൽക്കുന്നത് കൊക്കോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കൊക്കോ വെട്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതും വ്യാപകമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡിമാൻഡുകൾ ഏറിയും കുറഞ്ഞും വരും എന്നുള്ള കാര്യത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് സ്ഥിര സ്വഭാവമുള്ള ചില കൃഷികളുണ്ട് നമുക്കിവിടെ. കാപ്പി, കുരുമുളക്, ഏലം, റബ്ബർ, ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്ഥിര സ്വഭാവമുള്ളൊരു കൃഷിയാണ്. അതിന് പ്രത്യേകമായി ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ വരാം എങ്കിലും തീരെ അതിന് ഡിമാൻഡ് ഇല്ലാണ്ട് പോവുകയില്ല എന്നുള്ള കാര്യത്തിന് തർക്കവുമില്ല. നമുക്കതുപോലുള്ള പ്രത്യേകിച്ച് പൊതുവായിട്ടുള്ള ദേവാലയങ്ങൾ അല്ലെങ്കിൽ സഭയുടെ ആയിട്ടുള്ള പരിപാടികൾ അതുപോലെ സ്ഥിര സ്വഭാവമുള്ള കൃഷികൾ ചെയ്യുന്നതാണ് ആദായകരം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ബാക്കിയുള്ള എല്ലാത്തിനും നിരന്തരമായ ഒരു പരിചരണം ആവശ്യമാണ്. അത് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യും. നമുക്കിതിവിടെ ഉണ്ട്, അത് വേണ്ട രീതിയിൽ നമ്മൾ സഹകരിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ആദായങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ സഭകളിൽ, പ്രധാനപ്പെട്ട സഭകളിൽ ഒരു സഭയാണിത്. ഒരുപക്ഷെ വരുമാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും സഹകരിച്ച് ഒരുവിധം അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ കാലാകാലങ്ങളിൽ മാറി വരുന്ന സ്ഥലം മാറ്റങ്ങളനുസരിച്ച് ഹെൽപ്പേഴ്സ്, വർക്കേഴ്സ്, ഇവാഞ്ചലിസ്റ്റ് അങ്ങനെയുള്ളതാണ് അതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത്. അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ശമ്പളത്തിൽ ഉണ്ടാകാറുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള സഭകൾ എന്ത് ചെയ്തില്ല, ഹെൽപ്പറെ വെക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അതിൻ്റെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി നമ്മൾ. അപ്പം ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ പോയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ശുശ്രൂഷകൾ വരുമ്പോൾ. കാരണം ഹെൽപ്പർമാർ എന്ത് ചെയ്യുന്നു, കുറേ കഴിയുമ്പോൾ അവർ വർക്കർമാരാണ്. വർക്കർമാർ കുറേ കഴിയുമ്പോൾ ഇവാഞ്ചലിസ്റ്റ് ആകുന്നു. അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവരുടെ സാലറിക്ക് വ്യത്യാസം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവാഞ്ചലിസ്റ്റായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതും നമുക്ക് വളരെ അനുഗ്രഹമാണ്. അവിടെ ശുശ്രൂഷകാലം നമ്മുടെ ഈ സഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാറും കൊച്ചമ്മി മക്കളും എല്ലാവരും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഭയുടെ ചുമതലക്കാരും എല്ലാവരും ഒത്തുചേർന്ന് നമുക്ക് ഈ സഭയെ മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മുടെ അടുത്ത ഇതിനുമായിട്ട് കപ്ലിംഗ് ആയിരുന്നു നമ്മൾ സാധാരണ കാര്യാട് സഭ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ നമ്മളത് മാറ്റി കാര്യാട് പ്രത്യേകമായിട്ടൊരു ചുമതലയിൽ ആക്കി. അതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാർ പോകേണ്ടതില്ല. ആ രീതിയിലാണ് ആൾക്കാർ വേഗം ചെയ്തിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, അവിടുത്തെ പരേഡങ്ങൾ എന്ത് ചെയ്യണം, നമ്മളത് ഒന്ന് ആദായകരമാക്കി തീർക്കാൻ നമ്മുടെ ഡയസിന് നേരിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. അത് നമ്മുടെ ഈ ഒരു സെറ്റപ്പിൻ്റെ ഭാഗമാണ്, ഇടവകയുടെ ഭാഗമാണ്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയിൽ നിന്ന് ധാരാളം ആളുകൾ അവിടെ പോയി അതിന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതും ഞാൻ സമയത്ത് നന്ദിയോട് ഓർക്കുന്നു. തുടർന്നും എൻ്റെ ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭൗതികമായുള്ള കാര്യങ്ങളും സഹകരിപ്പാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ഇന്നത്തെ പഞ്ചാംഗം അനുസരിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ആ ചിന്താവിഷയം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ മാസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന അതിൻ്റെ കലണ്ടർ അനുസരിച്ച് നോക്കുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തീയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വൈദിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ വിഷയങ്ങളെ ആസ്പദമാക്കി ഓരോരോ ഞായറാഴ്ചകളിൽ നമ്മൾ ചിന്തിക്കുന്നു. അതിനെല്ലാം പ്രാധാന്യം എന്താണ്, അതുമായിട്ടുള്ള സഭയുടെ ബന്ധങ്ങൾ എന്താണ്, അതെങ്ങനെ അത് നമ്മുടെ സഭയിൽ പ്രയോജനപ്പെടുത്താം തുടങ്ങിയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും ചിന്തിക്കുന്നത്. ഇവിടെ ഇന്ന് വായിച്ച് കേട്ട വേദഭാഗങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷ വേദഭാഗത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നൊരു വാക്യമുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ എൻ്റെ സന്ദർഭം നമുക്കറിയാം. ശിഷ്യന്മാർ 2 പേരെ കൊണ്ടുചെന്ന് അവരുടെ അമ്മ പറയുന്ന ഒരു അവരുടെ ആവശ്യം, ഒരു എളിയ ആവശ്യമുണ്ട്. അവരുടെ പ്രതീക്ഷ ഇതാണ്, ഈ യേശു കർത്താതി കർത്താവായി രാജാതി രാജാവായി വാഴുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഇടത്തും വലത്തുമായിട്ട് ഇരിപ്പാൻ എൻ്റെ മക്കൾക്ക് അവകാശം കൊടുക്കണം, അധികാരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഡിമാൻഡ് അവിടെ വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതിന് ഉത്തരമായിട്ടാണ് യേശു ഈ കാര്യം പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ 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 ശ്രദ്ധേയമാണ്. ഇവിടെ പറയുന്നതാണ്, നിങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഭാരങ്ങൾ,
തുടങ്ങിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് പറയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം, അതിൻ്റെ 22-ാം വാക്യമാണ്. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്നവർ പറഞ്ഞു എന്നത്. അതിനുത്തരമായി തീർച്ചയായിട്ടും ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും എന്ന് പറഞ്ഞിട്ട് പറയാണ്, പക്ഷേ എൻ്റെ ഇടത്തും വലതും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, അത് പിതാവിൻ്റേതാണ് എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞു വരുന്ന ഭാഗത്താണ് പറയുന്നത്. ചില അതിശ്രേഷ്ഠമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജാതികളുടെ ഇടയിൽ അവരുടെ അധിപതിമാർ മഹത്തുക്കൾ കർത്തൃത്വം നടത്തുന്നു, നമ്മുടെ ഇടയിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാഥാർത്ഥ്യം പറയാണ്. ശുശ്രൂഷയെക്കുറിച്ചുള്ള അതിശ്രേഷ്ഠമായ ഒരു പ്രസ്താവനയാണ് യേശു ചെയ്യുന്നത്. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, പിന്നെയോ ശുശ്രൂഷിപ്പാനും. മറ്റ് വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ശുശ്രൂഷയുടെ ആത്യന്തികമായ ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ, അല്ലെങ്കിൽ കർത്താവ് വന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ശുശ്രൂഷിച്ച് തന്നെത്താൻ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തതിന് ശേഷം അത് എത്രത്തോളം എന്ന് പറഞ്ഞിട്ട് ജീവൻ മറുവിലയായി കൊടുക്കുക. ആ ശുശ്രൂഷക്കാരന് വരുന്ന എല്ലാവിധമായ പ്രതിസന്ധികളെയും അത് തൻ്റെ ജീവൻ കൊടുത്താണേലും അത് ചെയ്യുക എന്നുള്ളതാണ് ശുശ്രൂഷനെ സംബന്ധിച്ച് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. യെരമ്യാപ്രവചനം നമ്മൾ വായിച്ചപ്പോൾ അതിൻ്റെ വളരെ ശക്തമായി പറയുന്ന കാര്യമുണ്ട്. യെരമ്യാവിനോട് പറയുകയാണ്, യെരമ്യാപ്രവചനം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ 1-ാം അധ്യായത്തിലാണ് നമ്മളത് കണ്ടത്. അവിടെ പറഞ്ഞിട്ടുണ്ട്, യഹോവ അവനെ വിളിച്ചു വേർതിരിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിളി എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഇവിടെ ഈ യെരമ്യാവിനോടുള്ള അരുളപ്പാടനുസരിച്ച് നോക്കുമ്പോൾ അത് അവൻ ജനിച്ചതിന് ശേഷമല്ല, ജനിക്കുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ജനിക്കുന്നതിന് മുമ്പേ തന്നെ അവനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൗത്യത്തിൽ നിന്ന് എന്ത് ചെയ്തില്ല, ആ തിരഞ്ഞെടുപ്പിൽ നിന്ന് നിനക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ബാലൻ എന്ന് നീ പറയരുത് എന്ന് പറയുന്നത്. ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദൈവം തിരഞ്ഞെടുത്ത ഈ ആൾക്ക്, അല്ലെങ്കിൽ ഇവിടെ കൃത്യമായി പറയുമ്പോൾ യെരമ്യാവിന് സ്വന്തമായിട്ട് ഒന്നുമേ ഇല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, എന്താണോ ഞാൻ പറയുന്നത് അത് നീ എന്ത് ചെയ്യണം? പറയണം. എന്താണോ ഞാൻ നിന്റെ വായിൽ തരുന്നത് അത് നീ എന്ത് ചെയ്യണം? പറയണം. അത് മാത്രമേ ഉള്ളൂ, സ്വന്തമായിട്ട് ഒന്നുമില്ല. പ്രവാചകന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ എന്ത് ചെയ്യുന്നു? ജനത്തോട് പറയുകയാണ്. അവിടെ അവർ സ്വന്തമായിട്ട് ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഈ വാക്കുകളെല്ലാം പറയുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇവർ സ്വന്തമായി പറയുന്നില്ല, യഹോവയുടെ അരുളപ്പാടുകൾ എന്ത് ചെയ്യുന്നു? അവര് പ്രസ്താവിക്കുക മാത്രമാണ്, സ്വന്തമായിട്ട് അവർക്കൊന്നുമേ ഇല്ല. അതുകൊണ്ട് ഇവിടെ യെരമ്യാവിനെ പറഞ്ഞ് ദൈവം ശക്തീകരിക്കുകയാണ്. നീ അങ്ങനെ ഞാൻ ബാലനാന്ന് പറയരുത്. നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, വിളി എന്ന് പറയുന്നത്, അത് നമ്മൾ സാധാരണ പറയുന്നതിനേക്കാളും വളരെ വളരെ വ്യത്യാസമാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കും. ദൈവത്തിന്റെ അരുളപ്പാടുകൾ എന്ത് ചെയ്യുക? പ്രസ്താവിക്കുക. അത് മാത്രം എന്ത് ചെയ്യുക? അത് പറയുക എന്ന് അവിടെ പറഞ്ഞ് യെരമ്യാവിനെ ശക്തീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. യെരമ്യാവിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വളരെ ശക്തമായ ദൂതുകളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. അത് ദൈവം പറഞ്ഞതാണ്. അതുകൊണ്ട് വളരെ ശക്തമായി യെരമ്യാവ് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നത് ധാരാളം കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ യെരമ്യാവ് സഹിച്ചതാണ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇസ്രായേൽ ജനങ്ങളോട് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളോടും എന്ത് ചെയ്യുന്നുണ്ട്? അരുളപ്പാടുകൾ, അവർക്കുമുള്ള അരുളപ്പാടുകൾ യെരമ്യാവിലൂടെ ദൈവം നൽകുന്നത് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ആരെയും എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത് എന്നാണ് പറഞ്ഞത്. ഭയപ്പെടാതെ എന്ത് ചെയ്യണം? ഭയപ്പെടാതെ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കണം എന്ന് പറഞ്ഞിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പറയാൻ പോകുന്ന കേൾക്കുന്ന ആൾക്കാർ, ഓഡിയൻസ് എന്ന് പറയുന്നത്, അവര് നീ പറയുന്ന പോലെ അത് ശ്രദ്ധിക്കണം എന്ന് നിർബന്ധമില്ല. ആ കേൾക്കുന്ന അവരിൽ എന്ത് ചെയ്യാം? അവരിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? അവരെ ഭയപ്പെടരുത്. പ്രത്യേകിച്ച് എല്ലാ സമയത്തും ദൈവജനത്തോടും അതോടൊപ്പം തന്നെ ദൈവവിശ്വാസികളോടും അതോടൊപ്പം തന്നെ അരുളപ്പാടുകൾ സ്ഥാപിക്കാൻ തിരഞ്ഞെടുപ്പെടുന്ന ആൾക്കാരോടും ദൈവം അരുളി ചെയ്യുന്ന കാര്യമൊന്നും ഭയപ്പെടരുത്. കാരണം അതിൻ്റെ അർത്ഥം ഭയപ്പെടാൻ തക്കതായുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ഉണ്ടാവാം. അതുകൊണ്ട് അവരെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പൗരോഹിത്യ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ ചിന്ത പോകുന്നത്. അപ്പോൾ പൗരോഹിത്യം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അതിന് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപദേശങ്ങൾ ഇക്കാലങ്ങളുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ആൾക്കാർ ചോദിക്കും,
ഇപ്പം ആണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പുരോഹിതന്മാരാണെന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് പ്രീസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ ആ പദം ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പാസ്റ്റർ എന്ന് പറയും. അപ്പോൾ അത് ഇച്ചിരിയോടെ താഴെയാണ് ഇച്ചിരി മുകളിലാണ് എന്നുള്ള സംശയമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുകയാണ്. ശുശ്രൂഷൻ എന്നുള്ള അർത്ഥത്തെ എന്നതാണ് ഉപയോഗിക്കുന്നത്. പഴയ നിയമ വേദഭാഗങ്ങളിൽ പറയുന്ന പുരോഹിത ആ രീതിയല്ല, ആ ഒരു കൺസെപ്റ്റിലല്ല പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നത് ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനൊരു പാറ്റേൺ വന്നപ്പോൾ എന്ത് ചെയ്തു, പഴയ നിയമ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആ സഭയുടെ രീതി അനുസരിച്ച് എന്ത് ചെയ്തു വന്നു. നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ഇസ്രായേൽ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പുരോഹിതന്മാരില്ലായിരുന്നു. അവിടെ ആകെ മൊത്തം ഉണ്ടായിരുന്ന ആരാണ്? ആകെ മൊത്തം ഉണ്ടായിരുന്നത് മോശയാണ് പ്രധാനപ്പെട്ടായിരുന്നത്. പിന്നെ മോശയോട് കൂടെ അഹ്റോനും ഉണ്ടായി. അപ്പോൾ മോശ ദൈവത്തിൻ്റെ പ്രത്യേകമായ അരുളപ്പാടുകൾ ദൈവം തിരഞ്ഞെടുത്ത ആളായിട്ടും അഹ്റോൻ പുരോഹിതനായിട്ട് എന്ത് ചെയ്യും കാണപ്പെടുന്നു അല്ലേ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, മോശയാണോ വരുന്നത് അഹ്റോനാണോ വരുന്നത്? അല്ലേ, നമുക്ക് അങ്ങനെ വായിക്കുമ്പോൾ അത് നമുക്ക് തോന്നാം. അവിടെ എപ്പോഴും മോശയാണ് എന്ത് ചെയ്യുന്നത്, മോശയാണ് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത്. ദൈവം മോശയെ നേരിട്ട് നീ വിളിച്ചു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്, വളരെ പ്രധാനപ്പെട്ട ദൗത്യം. മോശയും പറയുമ്പോൾ ഇത് തന്നെ പറയുന്നുണ്ട്, അയ്യോ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൈവം തിരിക്കും, ഞാൻ തന്നെ എന്തിരിക്കുകയാണ് തിരഞ്ഞെടുക്കുക. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നൊരാൾ വിശ്വസിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതനുസരിച്ച് പ്രവർത്തിപ്പാൻ വേണ്ടി വിശ്വസിക്കുകയും അതിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ദൗത്യ നിർവഹണം അവിടെ നടക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ പുരോഹിതന്മാരെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാം. പുരോഹിതന്മാരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ എന്ത് ചെയ്യുക, ശുശ്രൂഷിക്കുക. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ശുശ്രൂഷിക്കുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ ശുശ്രൂഷിക്കുക. ദൈവത്തിന് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ ശുശ്രൂഷിക്കുക. ദൈവത്തിൻ്റെ ശുശ്രൂഷ മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുക. അതാണ് ആ ഒരു പുരോഹിതൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ അച്ഛന്മാരെയും അതുപോലെ തന്നെ ബിഷപ്പുമാരെയും അതുപോലെ തന്നെ ശുശ്രൂഷരെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് അയക്കുമ്പോൾ അവിടെ പറയുന്ന ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്, വാക്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരോട് പറയുന്ന ഉപദേശങ്ങളുണ്ട്. അതിൻ്റെ അതെല്ലാം പറയുന്നത് ഇതാണ്, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക. അതാണ് നമ്മൾ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിരുന്ന സൽക്കാരത്തിൽ ചെന്ന യേശു പാത്രത്തിൽ വെള്ളവും എടുത്ത് എന്ത് ചെയ്തു, അവിടെ വന്ന ആൾക്കാരുടെ കാലുകൾ, ശിഷ്യന്മാരുടെ കാലെന്ത് ചെയ്യുന്നു കഴുകുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഗുരുവെന്നും പറയുന്ന എന്നെ നിങ്ങൾ ഗുരുവെന്ന് പറയുന്നു, ആ ഗുരുവെന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ഞാൻ ഈ കാര്യം ചെയ്തുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും അതുപോലെ ചെയ്യണം. അവിടെ ശുശ്രൂഷയുടെ കാര്യം പറയുമ്പോൾ തന്നെയാണ് പറയുന്നത്. എന്താണോ ദൈവം ഉദ്ദേശിക്കുന്നത്, ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുന്നത് അത് ചെയ്യുക. അവിടെയാണ് നമ്മൾ ഇടവകയിലുള്ള മറ്റ് പുറമേ ഉള്ള ഒരു കാര്യമല്ല പ്രധാനമായിട്ടും ഈ പുരോഹിത ശുശ്രൂഷയിൽ അല്ലെങ്കിൽ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ദൈവ മക്കളെ എന്ത് ചെയ്യുക, ദൈവത്തോട് ചേർത്ത് നിൽക്കുന്ന ദൗത്യമാണ് പുരോഹിതന്മാർക്ക്. ദൈവ മക്കളെ എന്ത് ചെയ്യുക, ദൈവമക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തുക. അതിൽ നമ്മൾ പഴയ നിയമ വേദഭാഗം വായിക്കുമ്പോൾ പ്രത്യേകമായി കാണുന്നത്, അതിൽ പ്രധാനമായിട്ട് ദൈവമക്കൾ ദൈവം അകന്നു പോയാൽ അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്, പുരോഹിതന്മാർക്കായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പുരോഹിതന്മാർക്കായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ശമൂവേൽ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നടന്നു എന്നും ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രഖ്യാപിച്ചു എന്നും പറയുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ദൂത് അവിടെ നൽകിയതായിട്ട് കാണുവാൻ സാധിക്കും. ന്യായാധിപന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ന്യായാധിപന്മാരിൽ ഏറ്റവും അവസാനമായി ഇസ്രായേൽ ന്യായപാലനം ചെയ്തത് ആര് തന്നെയാണ്, ശമൂവേൽ എന്ന് കാണാൻ സാധിക്കും. പിന്നീട് പുരോഹിതന്മാര് അവിടെ രാജാക്കന്മാർ വരുന്നു, പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ കാണാൻ സാധിക്കും. പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർക്കും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, പുരോഹിതന്മാരെന്ത് ചെയ്തില്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അനുസരിച്ച് പ്രവർത്തിക്കാതെ ഇരുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇരുന്നതുകൊണ്ട് ദൈവഭാഗത്തും ജനങ്ങൾ അകന്നുപോയി എന്നവിടെ പറയുന്ന കാര്യം വളരെ ചേർത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്താണോ ദൈവം ഈ ശുശ്രൂഷനെ ഉദ്ദേശിച്ചത് അത് ദൈവഭാഗത്ത് എന്ത് ചെയ്യുക, ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നതാണ് മിഷൻ എന്ന് പറയുന്ന ദൗത്യം എന്ന് പറയും. അതിനുവേണ്ടി പ്രത്യേകമായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ആളുകളാണ് ഈ ഇപ്രകാരമുള്ള ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങൾ. നമ്മുടെ ഓരോരോ സഭയുടെ ഓരോരോ തീരുമാനങ്ങളനുസരിച്ച് രീതികളനുസരിച്ച് സഭയുടെ വളർച്ചയിൽ ഇതുണ്ടായി എന്ന് നമ്മൾ മറന്നു പോകരുത്. ഓരോരോ സഭ വളരുമ്പോൾ എന്ത് ചെയ്യുന്നു, വളരുമ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും.
CSI സഭ രൂപീകരിക്കപ്പെട്ടത് വ്യത്യസ്തമായ 4 പാരമ്പര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ്. അപ്പോൾ സഭകൾ വളരുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വന്ന് ഓരോരോ ഉപദേശങ്ങൾ അനുസരിച്ച് പോവുകയും വീണ്ടും എന്ത് ചെയ്യുന്നു, സഭകൾ ഒരുമിച്ച് വരികയും ചെയ്യുന്ന ഒരു പ്രവണത കാണാൻ സാധിക്കും. ഭിന്നമായി അല്ലെങ്കിൽ വേർതിരിഞ്ഞ് പോയതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും അവർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുന്നതാണ്. കാരണം ഒരേ കർത്താവിനെയാണ് എന്ത് ചെയ്യുന്നവരെല്ലാം ആരാധിക്കുന്നത്, ഒരേ വചനം തന്നെയാണ് അവരെല്ലാം എന്ത് ചെയ്യുന്നത്, അവരെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് വരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന അങ്ങനെയാണ്. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും എന്ത് ചെയ്തിരിക്കണം, അവരും ഒന്നായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ. യേശു ലോകത്തിലായിരുന്നപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അതുപോലെ തന്നെ വരും എന്നുള്ള യാതൊരു സംശയമില്ല. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യും, ജനം എന്ത് ചെയ്യും, ദൈവത്തെ ആരാധിക്കും ജനം ഒന്നിച്ചു വരും, അല്ലെങ്കിൽ ഒരേ രീതിയിൽ വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതിന് ആൾക്കാർ പല രീതിയിൽ, ഇപ്പം നമ്മളൊരു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പറയാം, മറ്റ് സഭകൾ ഒന്നിച്ച് ചേരുമോ? ചേരും എന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ CSI സഭയുടെ രൂപീകരണത്തെ അതിനെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നാണ് CSI സഭയുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്. ആദിമകാലത്ത് സഭയിൽ ഇസ്രായേൽ മക്കളുടെ മേൽ അല്ലെങ്കിൽ സഭയിൽ കൂടി വന്ന ആൾക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു. അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. അവർ ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ അതിന്റെ പ്രവർത്തനമാണ് അത്. നമ്മുടെ സഭയുടെ രൂപീകരണം ഭിന്നിച്ചിരുന്ന സഭകൾ എന്ത് ചെയ്തിരിക്കുന്നു, അവർ ഒരുമിച്ച് വരുന്നു, സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി കർത്താവിനെ സാക്ഷിപ്പാൻ വേണ്ടി അവർ ഒരുമിച്ച് വരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സഭകളുടെ വ്യത്യാസങ്ങൾ പറഞ്ഞ് സഭ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജനങ്ങളെ കൂട്ടാൻ പറ്റത്തില്ല. കർത്താവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ, സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ, സഭാപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു പുരോഹിതനെ സംബന്ധിച്ച് നമ്മുടെ സഭയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ, നമ്മുടെ രീതി അനുസരിച്ച് പറയുമ്പോൾ, പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നതാണ്. ഒരു യേശുവിൻ്റെ അടുക്കൽ വന്ന യേശു കണ്ട രോഗികളെല്ലാം എന്ത് ചെയ്തു, യേശു സൗഖ്യമാക്കി. നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലേ, ഭവനങ്ങളിൽ എന്ത് ചെയ്യുന്നു, യേശു പോവുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യും. നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ പറയുന്നത് അച്ഛന്മാർ, ഉപദേശിമാർ എല്ലാവരും എന്ത് ചെയ്യണം, വീട് സന്ദർശനം നടത്തണം. കർത്താവ് ചെയ്ത ഒരു പ്രവർത്തനമാണ്, കർത്താവിനത് ഇഷ്ടമാണ്. അപ്പോൾ വീട് സന്ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറയുകയും ഇതാണ് ആവശ്യമെന്ന് പറയും. പിന്നെ പൊതുവായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായ കാര്യം അതെല്ലാം എന്ത് ചെയ്യണം, അതെല്ലാം ദൈവത്തിൻ്റെ ഹിതകരമായ രീതിയിൽ ഞാൻ കൊണ്ടുപോകാനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് ഉള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്, സഭയിൽ. നമ്മുടെ സഭയെ സംബന്ധിച്ച്, എല്ലാ സഭയിലും അത് തന്നെയാണ്, നമ്മുടെ സഭയെ സംബന്ധിച്ച് ഉത്തരവാദിത്വം ആർക്കുണ്ട്, അതെല്ലാം ഈ ശുശ്രൂഷനുള്ളതാണ്, ഈ ശുശ്രൂഷ ഉൾപ്പെടുന്നതാണ്, അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെയാണ് മുഴുവൻ സഭ എല്ലാവരും ചേർത്ത് എന്ത് ചെയ്യുക, എല്ലാവരും ചേർത്ത് ദൈവപക്ഷം ചേർത്ത് നടത്തുക എന്നുള്ളത്. ദൈവപക്ഷം ചേർത്ത് നടത്തുക. ഇസ്രായേൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവർ ദൈവപക്ഷം ചേരാതെ നടന്നു എന്നുള്ളതാണ് ഉത്തരവാദിത്വം. ഈ പറയുന്ന ശുശ്രൂഷക്കുണ്ടായിരുന്നു, പുരോഹിതന്മാർക്കുണ്ടായിരുന്നു, രാജാക്കന്മാർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആധുനിക ഇസ്രായേലാകുന്ന നമ്മുടെ ഇടയിൽ ഉള്ള കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള, കർത്താവ് എന്താണോ നമ്മളെ പഠിപ്പിച്ചത്, എന്താണോ നമുക്ക് മാതൃക കാണിച്ചത്, എന്തിനു വേണ്ടിയാണോ കർത്താവ് വന്നത്, ആ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത്. അത് എല്ലാവരും ചേർന്നാണ് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. മറ്റു വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നമ്മളെല്ലാം ആരാണ്, രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ എന്ത് ചെയ്യുന്നു, പല അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം വന്ന് അങ്ങനെ പോകുന്നു കാണാൻ സാധിക്കും. അല്ലാതല്ല, രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നത്, അതായത് ദൈവത്തിലേക്ക് ആൾക്കാരെ ചേർത്ത് നിർത്തുന്ന ശുശ്രൂഷയാണ് എന്നാണ് എൻ്റെ ചുരുക്കം പറയുമ്പോൾ. പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ പുരോഹിതന്മാരുടെ ശുശ്രൂഷ എന്തായിരുന്നു, അവിടുത്തെ യാഗങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പറയുമ്പോൾ അവർ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് ചെയ്യുന്നത്, ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അവരടുത്ത് അതിനുവേണ്ടി ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അവർ വരണം, യാഗങ്ങൾ കഴിക്കണം, അവർക്ക് വേണ്ടി ചെയ്യണം, പാപമോചനം ചെയ്യണം, പറയണം. അതവരുടെ ശുശ്രൂഷയാണ്, ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, അതിനുവേണ്ടി ചെയ്യുകയാണ്. ഇതിനു വേണ്ടി ഇവരെ ദൈവപക്ഷം ചേർത്ത് നിർത്താനാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും, യാഗങ്ങളെല്ലാം എവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, യാഗങ്ങളെല്ലാം യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക, പരമയാഗമായി തീർന്നിരിക്കുകയാണ്. ആ പരമയാഗമായി തീർന്നിരിക്കുന്ന യേശുവിനെ എന്ത് ചെയ്യുക, യേശുവിലേക്ക് എന്ത് ചെയ്യുക, യേശുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിശ്രേഷ്ഠമായ ഒരു ദൗത്യമാണ് നമ്മെ ലഭിച്ചത്. അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്, അതാണ് ഓരോ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ ഒന്നോട് ഓർക്കുക.
മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണ്. അതിനല്ല വന്നത്. പിന്നെയോ താൻ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന രീതിയിലാണ് വന്നത്. ആ ഒരു രീതിയിലേക്ക് എല്ലാവരെയും എന്ത് ചെയ്യുക, കൊണ്ടുപോവുക എന്നുള്ളതാണ്. അങ്ങനെ ഈ കർത്താവിനെ ഉയർത്തുവാനും ആ കർത്താവിന് പക്ഷം ചേർത്ത് ജനങ്ങളെ നിർത്തുവാനും എന്തിനു വേണ്ടിയാണോ കർത്താവ് വന്നത് ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലാണ്. ദൈവവചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ ദൃഢമാക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയിലൂടെ നാം ദൈവവുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വളരെ അടുത്ത് നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. ജീവിത രീതികൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിനുള്ള പ്രോത്സാഹനം എന്ത് ചെയ്യണം, സഭയിൽ നിന്ന് ശുശ്രൂഷകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊന്നും വേർപെടുത്താനായിട്ട് പറ്റത്തില്ല. കാരണം എല്ലാം ചേർന്നുള്ള പ്രവർത്തനമാണ്. ചേർന്ന് എന്ത് ചെയ്യണം, ദൈവപക്ഷം ചേർന്ന് കൊണ്ടുപോവുക എന്നുള്ളത്. അവിടെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, നമ്മൾ മിനിസ്ട്രിയിലേക്ക് ആൾക്കാരെ എടുക്കുന്നത്. ഇപ്പോൾ ശുശ്രൂഷരെ എടുക്കുന്നത് മാത്രമല്ല, അച്ഛന്മാരെ തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കമ്മിറ്റി ഇലക്ഷനൊക്കെയും കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. കമ്മിറ്റിയിലേക്ക് ആൾക്കാരെ എടുക്കുമ്പോൾ ഇതിന് പ്രത്യേകമായ നിബന്ധനകൾ പറയാറുണ്ട് അല്ലേ. ഇന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കണം കമ്മിറ്റി വരേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ സഭയിലെ ശുശ്രൂഷയ്ക്കാണ് വന്നിരിക്കുന്നത്. അതിന് യോജിച്ച രീതിയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. വിശ്വസ്തരായിരിക്കണം എന്ന് എന്തിരിക്കുന്നു പറഞ്ഞു. വിശ്വസ്തരായിരിക്കണം, സത്യസന്ധരായിരിക്കണം, ദൈവവിശ്വാസമുള്ളവരായിരിക്കണം, ദൈവത്തെക്കുറിച്ചും വളരെ ചിന്തകൾ ഉള്ളവരായിരിക്കണം. അതിൻ്റെ ചെറിയ പതിപ്പാകുന്ന വീടുകളിൽ എന്ത് ചെയ്യണം, അവർ ദൈവവുമായുള്ള ബന്ധം ഉള്ളവരായിരിക്കണം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അകത്ത് വിഘാതങ്ങൾ വന്നാൽ എന്ത് ചെയ്യും, വിഘാതങ്ങൾ ഇരുന്നാൽ തക്ക സമയത്ത് എന്ത് ചെയ്യണം, ഉപദേശങ്ങൾ പറയാണ്ട് അവരെ നേർവഴി കൊണ്ടുപോകുക എന്നുള്ള അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. എല്ലാ പ്രസ്ഥാനങ്ങളും പോലെ ഏതെങ്കിലും ഒരു സഭയുടെ പ്രസ്ഥാനത്താൽ എന്ത് ചെയ്തിരുത്, നമുക്ക് ഈ ദൗത്യത്തിന് വിരുദ്ധമായിട്ട് വരരുത് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകിച്ച് ഈ ആധുനിക ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ സ്ഥാപനവൽക്കരണം എന്നൊരു ഒരു പദപ്രയോഗവും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും പണ്ടുകാലങ്ങളിൽ നടത്തുന്നുണ്ട്. പണ്ടുകാലം ഒത്തിരി പുറകിലല്ല. സ്ഥാപനങ്ങൾ സഭയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്ഥാപനങ്ങൾ വരുമ്പോൾ സ്ഥാപനങ്ങളെ എന്ത് ചെയ്യത്തില്ല, സ്ഥാപനങ്ങളെ ഈ ഒരു ലൈനിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ് അതിൻ്റെ അകത്ത് കണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വാസ്തവങ്ങളുണ്ട്. എന്നാൽ സ്ഥാപനങ്ങൾ എല്ലാം ദൈവം നമുക്ക് നൽകുന്നതാണെന്നും അതിന് ദൈവോക്ഷത്തെ ചേർത്ത് അതിന് ആ രീതിയിലുള്ള ആ മൂല്യങ്ങളനുസരിച്ച് മാനദണ്ഡങ്ങളനുസരിച്ച് പോകണം എന്നും നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അല്പം ബുദ്ധിയില്ലാത്തവരാണ് എന്ന് പറഞ്ഞാലും അത് ദൈവപ്രമാണങ്ങൾക്ക് അനുയോജ്യമാകിയാൽ അത് അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്ത മിഷണറിമാർ, അതുമൂലമുണ്ടായ സഭകൾ, അവർ ഒരു കാലത്ത് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ രാജ്യം പുരോഗമിക്കുമ്പോൾ, ദേശം പുരോഗമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ എന്താണോ പ്രവർത്തനം നമ്മൾ ഏർപ്പെട്ടത് അതിൽ നമ്മൾ അത് നമ്മൾ വിഡ്രോ ചെയ്യണം എന്നൊരു ചിന്ത കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്ത കാലത്ത് എന്ത് ചെയ്തു, സഭകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. നാട്ടിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിനോട് മത്സരിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുക. ആശുപത്രികൾ ഇല്ലാത്ത സമയത്ത് കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു, ആശുപത്രികൾ നമ്മൾ ഉണ്ടാക്കി. ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണക്രമത്തിൽ വ്യത്യാസം വന്ന് ദേശത്ത് ഇഷ്ടം പോലെ ചികിത്സാ സൗകര്യം ഉള്ളപ്പോൾ എന്ത് ചെയ്യുക, ആ സൗകര്യങ്ങൾ നമ്മൾ അതില്ലാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതാണ് മിഷൻ എന്ന് പറയുന്നത്. സഭയുടെ ദൗത്യം അതാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ധാരാളം എല്ലാ ഫീൽഡുകളിലും അങ്ങനെ തന്നെയാണ്. എവിടെയാണോ ശുശ്രൂഷ ഇല്ലാത്തത് അവിടെ ശുശ്രൂഷ ചെയ്യുക. മത്സരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ആ സൗകര്യം ഉള്ളിടത്ത് നമ്മൾ മത്സരിച്ച് ചെയ്യേണ്ടതില്ല. അഥവാ ചെയ്താൽ എന്ത് ചെയ്യണം, അതിൻ്റെ സാഹചര്യം നമ്മൾ നോക്കി ഗുണപരമായ രീതിയിൽ ചെയ്യുവാൻ നമുക്കിടയിൽ അതിന് നഷ്ടസാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന ആ വാക്കിൻ്റെ ശിഷ്യന്മാരല്ലെങ്കിൽ ഇടതും വലതും ഇരിപ്പാനുള്ള വരം ചോദിക്കുന്ന രണ്ടുപേരോടും അവരുടെ അമ്മയോടും പറയുന്നതും യേശു തൻ്റെ ശുശ്രൂഷ എന്താണെന്ന് പറയുന്നത് കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾക്ക് വായിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ശുശ്രൂഷ എന്ന് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല എന്ന് പറയും. അത് പിതാവിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. അത് ശുശ്രൂഷ മാരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതല്ല, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് കർത്താവ് അവരോട് ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് കാണുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെയോ
അത് ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകൾ ചെയ്യാനുള്ള അവസരമാണ് എന്ന് പറഞ്ഞു. നമ്മളിവിടെ അച്ഛനായിട്ട് വന്നു, ബിഷപ്പായിട്ട് വന്നു, ഉപദേശിയായിട്ട് വന്നു, ഹെൽപ്പറായിട്ട് വന്നു എങ്കിൽ അതെന്താണ്? അത് ശുശ്രൂഷ ചെയ്യാനുള്ളൊരു അവസരമാണ്. കൈക്കാരനായിട്ട് നമുക്ക് പള്ളിയിൽ ലഭിച്ചെങ്കിൽ അത് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഒരു സെക്രട്ടറി ആണെങ്കിൽ ലഭിച്ചെങ്കിൽ അത് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമാണ്. ഒരു കമ്മിറ്റിക്കാരാണ് ലഭിച്ചെങ്കിൽ അത് ശുശ്രൂഷ ചെയ്യണം, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമാണ് എന്ന് കണ്ട് ശുശ്രൂഷയുടെ മഹത്വം അത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനായിട്ട് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമായിട്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടത് ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ആ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ച് ദൈവവചനവുമായി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് വചനവുമായി നിരന്തരമായ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വായിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ആ പ്രക്രിയയിൽ, വളരെ വലിയ ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും എല്ലാ വിശ്വാസ സംഭവത്തിനും ഉൾക്കൊള്ളാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനോട് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാണ്. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരു ദാസന്റെ ഹൃദയത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ ശുശ്രൂഷ
ജീവിതം കെട്ടിപ്പടുക്കുവാനും അവരെ രൂപാന്തരപ്പെടുത്തണമേ. നിർബന്ധത്താലല്ല, പ്രതിബദ്ധതയോടെയും ദുഷ്ടരാക്കിനാലല്ല, മനസ്സോടെയും ഉത്സാഹത്തോടെയും ആധിപത്യം സ്ഥാപിക്കാനല്ല, മാതൃകയായി സേവനം ചെയ്യുവാനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം സകല ശുശ്രൂഷകരെയും ശക്തീകരിക്കണമേ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗങ്ങളെയും ശക്തിയെ ഭയപ്പെടാതെ ഇരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ഈ സമയം വരെയും നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു പാപത്തിലും അകപ്പെടാതെയും നിന്റെ മുൻപാകെ നീതിയായിരുന്നതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടയ്ക്കാം. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തി ഏകാഗ്രതയോടെ ദൈവത്തിന്റെ മഹത്വത്തെ വിശ്വാസപൂർവ്വം ദർശിക്കാൻ നമ്മുടെ കണ്ണുകളെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്താം. അതിമനോഹരമായ ഒരു ദിവസം. ആ ദിവസം അധ്വാനിച്ചതിന്റെ വേലകളൊക്കെ നീ ചെയ്തു തീർക്കണം. ഏഴാം ദിവസം എന്റെ ദൈവമായ യഹോവയുടെ ശബദാണ്. ശബദനാളിനെ ശുദ്ധീകരിക്കാനായിട്ട് നീ ഓർത്തുകൊള്ളണമെന്ന് ന്യായപ്രമാണത്തിലൂടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പന ഇന്നേ ദിനത്തിലും അനുസരണയോടെ ജീവിതത്തിൽ ഏറ്റെടുപ്പാൻ ദൈവം നമ്മളെയൊക്കെ ശക്തീകരിച്ചു. കഴിഞ്ഞ ഞായർ ആരാധനയിൽ പങ്കുചേർന്ന് കടന്നുപോയ നിമിഷത്തിൽ ദീർഘമായ ഒരു ആഴ്ചപ്പെട്ട കാലം നമ്മുടെ ജീവിതത്തിന്റെ വിവിധമായ സാഹചര്യങ്ങളിൽ നിരന്തരമായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. കണ്ണുകളെ കണ്ണീരിലും കാതുകളെ വീഴ്ചയിലും പ്രാണനെ വളർത്തുന്നു ദൈവം നമ്മളെ അപേക്ഷിച്ചു. ഇന്ന് പരിശുദ്ധാലയത്തിൽ കടന്നു വന്ന ആരാധനയെ പ്രത്യേകാലം നമ്മുടെ മഹാരാജനോട് ചേർന്ന് ആരാധിക്കുവാൻ, ആ ജീവന്റെ വചനത്തെ കേൾക്കാൻ ദൈവത്തിന്റെ വിളി പൗരോഹിത്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത അതെന്താണ് എന്ന് ഒന്നുകൂടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ ഒരുപാടുന്നതിന് മുമ്പേ നമ്മെ ദൈവം അറിഞ്ഞു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെ വരുന്നതിന് മുന്നമേ ദൈവം നമ്മെ ശുദ്ധീകരിച്ചു. എല്ലാവരും നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൗത്യത്തിനായി ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. ഒന്നുകൂടെ നമ്മുടെ ഉത്തരവാദിത്വത്തെ രാജകീയ പുരോഹിത വർഗം എന്ന നിലയിൽ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്തുവാനും ശോധന കഴിക്കുവാനും സമർപ്പിക്കുവാനും ദൈവത്തിന്റെ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. തിരുമേനി കുടുംബമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ
സഭയെ നയിക്കുവാൻ അതിനിടെ പീഠസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട് ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ, ദീർഘദൂര യാത്രകൾ, ഉറക്കിളപ്പ്, വേണ്ടുമെന്നുള്ള വിശ്രമത്തിന് അവസരമില്ലാത്ത സാഹചര്യങ്ങൾ, അതിനെല്ലാം മധ്യത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ക്ഷേമകരമായി തിരുമേനിയെ നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാരോഗ്യശക്തമായ നേതൃത്വം നൽകുവാൻ 8ാമത്തെ വർഷത്തിലേക്ക് ദൈവതമ്പുരാൻ തിരുമേനിയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആയുസ്സും ആരോഗ്യവും സൗഖ്യവും എല്ലാ ജീവിത നന്മകളും കർത്താവ് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചുമിക്കായി പ്രത്യേക സ്തോത്രം ചെയ്യാം. തിരുമേനിയോട് ചേർന്ന് ശുശ്രൂഷിക്കുക. കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തണമേ. ദൈവം നൽകിയ മക്കളെ പാർക്കാം. മോന് വേണ്ടി പ്രാർത്ഥിക്കാം, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബമായി എല്ലാ നന്മകളും ദൈവം നൽകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാനവിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പിതാക്കന്മാരാൽ സ്ഥാപിതമായ ഈ മഹാനം അതിന്റെ ചൈത്രയാത്ര മുമ്പോട്ട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ട് പതറിപ്പോകാതെ മുമ്പോട്ട് പോകുവാൻ ഏറിയ ദൈവകൃപ ഞങ്ങളുടെ മഹാളിക്ക് നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ട്രഷറർക്ക് വേണ്ടി, അതേ സെക്രട്ടറിമാർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാട സേവനത്തിലായിരിക്കുന്ന എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭാപ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മിഷണറിമാർക്ക് വേണ്ടി, സ്വമേധാവേദക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാനഗരങ്ങളുടെ എല്ലാ സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആവശ്യങ്ങൾ അനവധിയുണ്ട്. എല്ലാ കാര്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മഹാനഗരയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ മിഷൻ വേലയിൽ കൂടുതലായി നൽകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാനഗരയുടെ സാമ്പത്തികമായ ആവശ്യങ്ങളെല്ലാം നമുക്ക് ദൈവത്തിന്റെ കരുണിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭകളിലൊക്കെയും അതേ മഹാഭാഗമാണ് ഒരു പുതിയ ഭരണസമിതിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെയും നടന്നിരിക്കുന്നുണ്ട്. അതിന് മുൻപോട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. തിരുമാപ്രാ സഭാജിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉപസഭയായ കാര്യാലയസഭയ്ക്ക് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി, നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീക്കോയിലും വഴിക്കടവിലും മാർമലയിലും ഒറ്റയിലും പള്ളിഭാഗത്തും തിരുവനന്തപുരത്തും കോട്ടയത്തും എറണാകുളത്തും പെരുമ്പാവൂരും മലപ്പുറത്തുമൊക്കെയായി നമ്മുടെ സഭാമക്കൾ കഴിയുന്നു. ദൈവത്തിന്റെ വലിയ കൃപ എല്ലാ കുടുംബങ്ങളുടെ മേലും കരുതലായി ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ നിന്നും ദൈവവേലയ്ക്കായി കടന്നുപോയ ദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സുൽത്താൻ സാറിന് കുടുംബത്തിന് വേണ്ടിയും, ജോൺസൺ മാത്യു സാറിന് കുടുംബത്തിന് വേണ്ടിയും, ജസ്റ്റിൻ സാറിന് കുടുംബത്തിന് വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കേൾക്കാൻ സെക്രട്ടറി, കൗൺസിൽ മെമ്പർ, കപ്പ്യാരൻ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിന്റെ പൊതുവായ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും, പ്രത്യേകിച്ച് കുടിവെള്ളത്തിന്റെ ക്ഷാമത്തിന് ഒരു പരിഹാരമാർഗം ദൈവം തമ്പുരാൻ ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷമായി ഇന്ന് ആരാധനയ്ക്ക് ശേഷമായിട്ട് അതേ ആ കുടിവെള്ളത്തിന്റെ സ്രോതസ് കണ്ടുപിടിക്കുവാൻ, ശാസ്ത്രീയമായി അത് നോക്കി മനസ്സിലാക്കുവാൻ കടന്നു വരുന്ന പ്രസാദ് എന്ന ആ പ്രിയ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പള്ളി കോമ്പൗണ്ടുകളിൽ ദൈവാലയത്തിലും വിശുദ്ധോലത്തിലും ആവശ്യമായ ജലം ലഭിക്കത്തക്കവണ്ണമുള്ള നല്ല ഉറവ കണ്ടെത്തുവാൻ ദൈവമായ പിതാവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി, നമ്മുടെ യുവാക്കന്മാർക്ക് വേണ്ടി, സ്ത്രീസംഘത്തിന് വേണ്ടി, നമ്മുടെ ഗായകസംഘത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും തൊഴിൽ അന്വേഷകരായി കഴിയുന്ന നമ്മുടെ സമാജത്തിലെയും ഔദ്യോഗിക ജീവിതത്തിലായിരിക്കുന്നവരെയും കാർഷിക മേഖലയിൽ അധ്വാനിക്കുന്നവരെയും നമുക്ക് ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ പ്രത്യേകമായി നോക്കാം. കാലവർഷത്തിന്റെ കാലം ശക്തമായ ഇടിയും പുല്യാനും കാറ്റും ഉരുളുപൊട്ടൽ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ സാക്ഷ്യം വഹിച്ച ഈ പ്രദേശം ദൈവത്തിന്റെ
വലിയ സംരക്ഷണത്തിലായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദക്ഷിണേന്ത്യ സഭയെ ആകമാനം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, എല്ലാ മന്ത്രിമാർ, എംപിമാരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഭാരത രാജ്യത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, MLA-മാർ തുടങ്ങി പഞ്ചായത്ത് മെമ്പർ വരെയുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ ജനപ്രതിനിധികളെയും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാം. എല്ലാവരും ഇവിടെയാക്കണം പ്രാർത്ഥിക്കാം. കോട്ടയം ജില്ലയ്ക്കായി, മീനച്ചിൽ താലൂക്കിനായി, തീക്കോയി പഞ്ചായത്തിനായി അധിവസിക്കുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടി പൊതുവായി നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സഭയിലുണ്ട്. രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്, അനാഥ വൈദ്യമേഖല അനുഭവിക്കുന്നവർ, എല്ലാവരെയും ദൈവത്തിന്റെ കരുതലിലേക്ക് സമർപ്പിക്കാം. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്, വാടക വീടുകളിൽ താമസിക്കുന്ന ധാരാളം പേരുണ്ട്. എല്ലാവരോടും ദൈവത്തിന്റെ കൃപ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടേതായ സകല ആവശ്യങ്ങളെയും, നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങളെയും, ലോക സമാധാനത്തിന് വേണ്ടി, സുവിശേഷീകരണത്തിനായി ദൈവത്തെ സമർപ്പിച്ചു. നമ്മുടെ പൊതുവായ എല്ലാ ആവശ്യങ്ങളെയും കരുണയുള്ള ദൈവത്തിന്റെ കരുതലിലേക്ക് സമർപ്പിച്ചു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കി ദൈവസന്നിധിയിലായിരിക്കും സാധിക്കും. ഈ അസ്വസ്ഥതയുടെ മനസ്സിലേക്ക് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടു പറ്റിയതിന് തുറക്കാം. ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണിൽ തുണയാലുള്ളൂ വാൻകേരിയിൽ എൻ സഹായം വാനഭൂമി അഖിലം ഈ ആലയത്തെ വാരവത്സരങ്ങളെ ആലയത്തിലായിരിക്കും ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹങ്ങളും അനേകം ദൈവ സന്തോഷങ്ങളും തന്നതാണ് ഞങ്ങൾക്ക്. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങൾ തെറ്റുകാരും കുറ്റക്കാരും കുറവ് വശമുള്ളവരാണ്. കർത്താവേ, അതെല്ലാം ക്ഷമിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാസത്തിന്റെ ആദ്യത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ വരുവാനും കർത്താവേ, ഞങ്ങൾ പാവങ്ങളെ ഏറ്റുപറയുവാനും ദൈവമേ ക്ഷമിക്കുവാനും തന്ന അവസരത്തിനായി സ്തോത്രം. സഭയിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ അധ്യക്ഷനെ ഓർത്ത് കുടുംബമായി സ്തോത്രം സമർപ്പിക്കുന്നത് ശക്തികരിച്ച് വേലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ഏറ്റെടുത്തേക്കുന്ന ദൗത്യങ്ങൾ ദൈവമേ ഭംഗിയായി ചെയ്യുവാൻ കർത്താവിന്റെ സന്നിധി ദൈവമേ വിശ്വസ്തയോടെ ആയിരിക്കാനും സഹായിക്കണമേ. നിന്റെ മകനെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ കൊടുത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശയായിക്കൊണ്ടിരിക്കുന്ന ദൈവമേ മകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകൾ അവിടുന്ന് ദൈവമേ അവിടുന്ന് സന്ദർശനത്തിന് പോകുമ്പോൾ കർത്താവേ അവിടുന്ന് കർത്താവേ ദാനമായി കൊടുത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
വന്ന എല്ലാ ജനങ്ങളും കൂടി വന്നു കർത്താവെ. അവിടുത്തെ സന്നിധിയിൽ ദൈവമേ ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവിന്റെ ദൈവമേ കർത്താവിന്റെ സ്നേഹം എന്തെന്ന് തിരിച്ചറിയാൻ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ എന്തെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദാസനെയും ദാസേയുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ അനുഗ്രഹിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധിയിലായി പലർന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്കായി ചെയ്യുന്ന വേലകളെ കർത്താവിനോട് മാനിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ പലതിലായിട്ട് നമ്മൾ ചേർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണമേ. പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൈവമേ ആയുസിനെ കൊടുത്ത് ആയിരത്തെ കൊടുത്ത് നിന്റെ മകളെ കൊടുത്ത് കർത്താവെ ആക്കിയിരിക്കുന്ന മക്കളെ പോലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. നല്ല നല്ല കൂട്ടുകളെയും നല്ല നല്ല പ്രവർത്തനങ്ങളെയും കൊടുത്തുകൊള്ളണമേ. ജോലിയൊക്കെ അനുഗ്രഹിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ പെൺകുഞ്ഞുങ്ങളെ ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭർത്താക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാവിയൊക്കെ ഇരുവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. വഴി നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് സ്കൂളിൽ പോകുമ്പോൾ നല്ല നല്ല കൂട്ടുകെട്ടുകാരെയും കാലഘട്ടങ്ങളൊക്കെ ചെയ്യുമേ. അവിടുത്തെ സന്നിധിയിലെ വിശ്വസ്തരായിരിക്കാൻ അവിടുത്തെ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ കർത്താവെ അപ്പുറങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിച്ചുകൊള്ളണമേ. ഞങ്ങൾക്ക് ഈ പൊരികളും കർത്താവെ ഏറ്റവും അനുഗ്രഹപ്രദമായി ചെയ്യുവാൻ ഒന്നിരയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പരിപാടികളെ ഏറ്റവും ദൈവം ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളുടെ കുടിവെള്ളത്തിന്റെ ക്ഷാമം കർത്താവെ കർത്താവ് തുറന്നുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ പുതിയതായ ദൈവമേ ജാത്യത്തിരിക്കുന്ന എല്ലാ ദൈവമേ രണ്ട് കൈകാരന്മാരെ ഇതുവരെയും കർത്താവെ കമ്മിറ്റിക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിച്ചുകൊള്ളണമേ. ഈ സഭയിലെ ചുരുക്കങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദ്രവ്യത്തിന്റെ മക്കളോട് കൂടി ഉണ്ടായിരിക്കണം. നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഈ സഭയുടെ നട്ടലാണ്. കുഞ്ഞുങ്ങൾ ഒരിക്കലും നശിച്ചു പോകാനിടയാകതെ ഒന്ന് സഞ്ചരിക്കുവാനോട് ഇടയാകതെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവിന്റെ പാതലായിരുന്നു. കർത്താവെ അനുസരണയും ദൈവഭക്തിയുള്ള മക്കളായി തീരുവാനോട് ഇടയാകണം. എന്റെ വാക്കിൽ സഹജമായ രോഗങ്ങളാലും കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിവാഹത്തിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ അവരെ അനുഗ്രഹിച്ചുകൊള്ളണമേ. തക്കതായ പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി കാത്തിരിക്കുന്ന മക്കളുണ്ട്. കർത്താവെ അവരെ അനുഗ്രഹിച്ചുകൊള്ളണമേ. തക്ക സമയത്ത് നല്ല ജോലികളെ കൊടുത്ത് അനുഗ്രഹിച്ചുകൊള്ളണം. അത് ഈ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കാനോട് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിച്ചുകൊള്ളണം. കാത്തുപരിപാലിച്ചുകൊള്ളണം. വഴി നടത്തിക്കൊള്ളണം. നല്ലൊരു കാലാവസ്ഥയൊക്കെ തന്ന ദൈവം അവിടുന്ന് കർത്താവെ ഞങ്ങൾ സ്വന്തം ഭവനത്തിലേക്ക് എത്തോളം കർത്താവിന്റെ കൃപയും സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണം. ദൈവമേ അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ ഈ സഭയിലേക്ക് കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ വയ്ക്കുവാനും നിലയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ വഴിയും വാതിലും എല്ലാം അവിടുന്ന് തുറന്നു കൊള്ളണമേ. ഞങ്ങളുടെ സർവ്വ ആവശ്യങ്ങളും കർത്താവ് അറിയുന്നത് ദൈവമേ. ഈ സഭയിലെ കർത്താവെ സംസ്കരണയോട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവജന്മാവുന്ന പാലിന്യത്തിനും കുറിച്ച് വളരുവാനോട് നിലയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സകലോർത്ത് പ്രാർത്ഥിക്കുന്നു. ശ്രീനാമങ്ങളാണ് ഞങ്ങൾ കർത്താവെ തിരുമുമ്പിൽ വന്ന് കർത്താവെ പ്രാർത്ഥിപ്പാനും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോട് നിലയാകണമേ കർത്താവെ. അതുപോലെ കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ പാടിസപ്പന്റെ മക്കൾക്ക് ദൈവം ആരോഗ്യം കൊടുക്കണമേ. ആയുസ്സിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവെ അതുപോലെ കർത്താവെ ഓരോ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവെ അവിടുന്ന് കൃപയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ പാർപ്പിടമില്ലാതെ ദൈവം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അനേകം കഷ്ടപ്പെടുമ്പോൾ അവരെല്ലാം ദൈവം കർത്താവെ അവർക്ക് അതിന്റെ ആവശ്യങ്ങളെല്ലാം അവിടെ നിറവേറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരാപത്താനോ പകർച്ചയാതികളൊന്നും വരാതെ ഞങ്ങൾ കാത്തുപാലിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മണക്കയാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണം. വാഹനത്തെയൊക്കെ നിയന്ത്രിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യഭവനത്തിലേക്ക് കർത്താവെ അവിടുന്ന് കർത്താവിനെ ശ്രദ്ധിപ്പാനും ആരാധിപ്പാനും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കാലാവസ്ഥയൊക്കെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജാഗ്രതയും കാര്യമായി കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ സഭാജനങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ പാനപാത്രം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുള്ളവരുമാണ് കർത്താവെ. എങ്കിലും ആ ബുദ്ധിമുട്ടുകളും ക്ഷീണങ്ങളും ഒക്കെ മാറ്റിവെച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം ദൈവമേ അവിടുന്ന് വരുവാനായി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവമേ കർത്താവിനെ ഇഷ്ടമല്ല ദൈവമേ താഴ്ചയിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ വന്ന് ദൈവം പ്രാർത്ഥിപ്പാനും ഞങ്ങൾ മുട്ടുകൊടുപ്പാനും ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അതാ പ്രാർത്ഥന ഈ പ്രഭാതത്തിൽ അടിയുടെ പ്രാർത്ഥനയിൽ ഒന്ന് പോയ തെറ്റുകുറ്റ കുറവശങ്ങളെല്ലാം ക്ഷണിച്ചുകൊള്ളുന്ന യേശുവിന്റെ നാമത്തിൽ വിഷ്ണു കൃപയോട് കേൾക്കണമേ.
പ്രവർത്തിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പൊതുവായ സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല നന്മകളെയും പിതാവേ, യോഗ്യനായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും അർഹതകൾക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ രാജ്യത്തിലെ സകല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാ ജനങ്ങളെയായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നിന്നെ സേവിക്കുന്നവരെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ പരിപാടി സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കർമ്മങ്ങളെയും സഹിച്ചതക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിന്നോട് അപേക്ഷിക്കുന്നു. അതിനും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനും സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തെ ഗമനസോടെ ഞങ്ങൾ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാവണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യാജീവനും ഞങ്ങൾക്ക് തരണമേ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ജ്ഞാനകീർത്തനങ്ങളിൽ 231 കീർത്തനം പാടുകയും സ്തോത്ര കാണിക്കാൻ സമർപ്പിക്കുകയും ചെയ്യാം. ജ്ഞാന കീർത്തനങ്ങൾ 231.
വഴിപാടുകൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹികൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായി സ്വതന്ത്രമായി സേവിക്കുകയും എന്റെ സർവ്വങ്ങളുടെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യണതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമത്തിന്റെ മഹത്വം വരുമാറാകട്ടെ. അതിമനോഹരമായ ഇന്നത്തെ വിശുദ്ധ ആരാധന ഏറ്റവും സമ്പുഷ്ടമായി തീരുവാൻ നമ്മുടെ മഹാഗണാധ്യക്ഷനായ ഫ്രാൻസിസ് തിരുമേനിയോട് ചേർന്നൊരു ആരാധനയിൽ പങ്കെടുക്കാൻ അവിചാരിതമെങ്കിലും ദൈവം നമുക്കൊരു അവസരം അനുഭവത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്നത്തെ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. പൊതുവായ സഭയിലും തന്നെ അറിയിപ്പുകൾ കൂടെ നൽകട്ടെ. വരുന്നതായ ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഇരുമാപ്ര സ്ത്രീജന സഖ്യത്തിന്റെ ഉപവാസ പ്രാർത്ഥന അടുക്കം സഭയിൽ വെച്ച് നടത്തപ്പെടുകയാണ്.
ഈ മാസത്തിലെ ജില്ലാ ഉപവാസ കൂട്ടത്തിലേക്ക് നിങ്ങളെ പ്രത്യേകമായി അമ്മമാരെ കടന്നുപോയി സമിതിമാർ സ്നേഹത്തോടുകൂടെ സമയത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. കുറെ നാളുകളായ നമ്മുടെ ഒരു പ്രയാസത്തിലായിരുന്നു നമ്മളെ വെള്ളത്തിന്റെ ദൗർലഭ്യതയെ കുറിച്ച് നമുക്ക് ആലോചിച്ചു, തിരുമേനിയുമായി നേരിട്ട് സംസാരിച്ചു. മകാട ബോർഡുകളൊക്കെ അതിനുവേണ്ട ആലോചനകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബോർവെൽ ഇവിടെ അടിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മഹാട അതിന്റെ ബോർഡുകളെ ആരായുകയും അത് നമ്മുടെ ജില്ലാ ചെയർമാൻ സ്നേഹമുള്ള സാമച്ചനെ ആ കാര്യം ചുമതലപ്പെടുത്തുകയും അച്ഛനെ ആ കാര്യം വിളിച്ച് നമ്മളെ അറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മുടെ പള്ളി പരിസരത്ത് കൊണ്ടുള്ളിൽ ഒരു ബോർവെൽ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യത ആരായുകയാണ്. അച്ഛൻ തന്നെ നമുക്ക് അതിനുള്ള ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്ത് നമ്പർ തന്നു. ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. പാലായിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഇന്ന് 10 മണിയാകുമ്പോൾ അദ്ദേഹം ഇവിടെ എത്താമെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനിയായ മാത്തുക്കുട്ടിയച്ഛനെ ഞാൻ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് അഭിവന്ധ്യാതിരുടെ വരവിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് അദ്ദേഹം 10 മണിയാകുമ്പോൾ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. അത് നമുക്ക് ഏറ്റവും സുലഭമായി വെള്ളം ലഭിക്കാൻ മെഷീനൊക്കെ വെച്ച് നോക്കി മാക്സിമം അത് വിജയിക്കും എന്നുള്ള അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അറിവ്. അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിന്ന് ജസ്റ്റ് കണ്ട് പുരുഷന്മാരെങ്കിലും നിന്ന് അദ്ദേഹത്തിനെ കൂടുതൽ സഹായിക്കുന്നത് നല്ലതാണ് എന്ന സ്നേഹത്തോടുകൂടെ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഇടവക പട്ടക്കാരനോടൊപ്പം 26 ശുശ്രൂഷാരാധനയോട് പങ്കെടുത്തു. സ്തോത്ര കാഴ്ചയായിട്ട് 3550 രൂപയും ദശാംശമായിട്ട് 5510 രൂപയും ജന്മദിന സ്തോത്ര പ്രാർത്ഥനയിലൂടെ 2200 രൂപയും നമുക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ എല്ലാവരെയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അഭ്യുന്യ തിരുമേനിയുടെ സന്ദർശനം എന്തുകൊണ്ടും അത് വളരെ അനുഗ്രഹമാണ് നമ്മുടെ. കാരണം തിരുമേനിയൊക്കെ തന്നെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ബിഷപ്പൊക്കെ ഒരു പള്ളിയിൽ എത്തുക എന്നത് 2 വർഷമോ 3 വർഷമോ കാത്തിരുന്ന് ഒക്കെ നമുക്ക് വളരെ വളരെ ദൗർലഭ്യമായിട്ടാണ്. കാരണം അത്രയും തിരക്കുകളുണ്ട്. എന്നാൽ തിരുമേനി ശാരീരികമായ പല പ്രയാസങ്ങളും തിരുമേനിക്കുണ്ടെങ്കിലും അതിനെല്ലാം പിറകിൽ വെച്ചിട്ട് ഇന്ന് തിരുമേനി പ്രസംഗിച്ചതുപോലെ തന്നെ മുൻസ്ഥാനം ദൈവശുശ്രൂഷ വിശ്രമരഹിതമായി നമുക്കറിയാം. കഴിഞ്ഞ ഇടയില് വലിയ നോട്ടിന്റെ സമയത്താണ് ഏറ്റവും അവസാനം തിരുമേനിക്ക് പെട്ടെന്ന് വീണ്ടും അസ്വസ്ഥതയുണ്ടായി. എല്ലാവരും ഭാരപ്പെട്ട് നമ്മൾ എല്ലാവരും അതിന് പ്രാർത്ഥിച്ചു. ഇത്ര ഊർജ്ജസ്വലതയോടെ ഇന്ന് വീണ്ടും നമ്മുടെ മധ്യത്തിൽ തിരുമേനി കടന്നു വന്നിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടെയാണ് നമ്മൾ അറിഞ്ഞത്. അത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അത് എന്തോ ഒരു ചെറിയ ഒരു അനുഭവം എനിക്ക് പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ അത് മറന്നു കളയുക. നമ്മുടെ പള്ളിയിലേക്ക് കയറുന്ന ആ ഗേറ്റ്, അതിന്റെ തൂണ്, അത് പള്ളിയൊക്കെ വെറ്റി എനിക്ക് ആ കൂട്ടത്തിൽ എന്ത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. മെനഞ്ഞാന്നായിട്ട് എന്റെ മനസ്സിൽ തോന്നി, എടാ നമ്മുടെ ഒരു പള്ളിയുടെ തൂണും കയറ്റി ഇങ്ങനെ അവങ്ങിയിരിക്കുന്നത് അത് മോശമാണ്. മെനഞ്ഞാനും ഇന്നലെയും കൊണ്ട് അത് ഞാൻ കട്ടാരച്ചെടികളെ കൂട്ടി അത് ചെയ്ത് തീർത്തു. പറ്റുന്നതുപോലെ എനിക്കറിയാവുന്ന രീതി അത് ചെയ്ത് തീർത്തു. അത് ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഗേറ്റ് കൂടെ ഒരാളെ വഴി കൂടെ മാറി വരുന്നു. അന്നേരത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞു, ഈ ഗേറ്റ് ആരായിരിക്കും കാലം ചെയ്ത് ഇത്രയും നന്നാക്കി വെച്ചത്? ആരായിരിക്കും ഇതിനെ കൊണ്ട് പ്രവേശിക്കുന്നത്? വളരെ സരസമായിട്ട് ഞാൻ ആളോട് സംസാരിച്ചു. ഗേറ്റ് കാട് തിരുമേനി ഒന്നുമല്ല എങ്കിലും ആ കവാടമെല്ലാം ഭംഗിയാക്കിയ ദിവസത്തിൽ നമ്മുടെ തിരുമേനി ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് ശരിക്കും ഒരു സന്തോഷമുള്ള ദിവസമാണ്. തിരുമേനിയുമായിട്ടുള്ള ബന്ധം വർഷത്തെ ഒരു വലിയ കൂട്ടായ്മ, ആത്മീയ ബന്ധം ഉണ്ട്. മിഷൻ ബോർഡിന്റെ ഡയറക്ടർ എന്ന നിലയിൽ തിരുമേനിയുടെ പ്രവർത്തന കാലഘട്ടത്തിലെ മിഷണറിമാരുടെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. കാളിയാർ ഇടവകയിലാണെങ്കിലും സ്നേഹമുള്ള തിരുമേനിയുടെ പ്രവർത്തിക്കാനായിട്ടും ആ പള്ളിയിലെ ഒരു പ്രസവിയിലെ ഒരു ഉപദേശിയായിട്ടും അവരൊരു കരുതലും സ്നേഹവും ഒക്കെ അത് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്നേഹമുള്ള തിരുമേനി കൊച്ചമ്മയും ഒക്കെ എവിടെയൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെ പറയാത്തത് ഒരു കാര്യമാണ്.
ഒരു പണിക്കും സാധാരണ സ്വന്തകാഴ്ച 300 രൂപ അതുങ്ങൾ എല്ലാവർക്കും വണ്ടി കൂടുതൽ കഴിയത്തില്ല. അത്ര സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്തോടെ എന്നാൽ അത് പ്രാർത്ഥനയോടെ അതിനെ അതിജീവിച്ച് അങ്ങനെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞു. ചെറുന്ന സമയത്ത് 1 മാസം കഴിഞ്ഞു. 2ാമത്തെ മാസം ഞാൻ കണക്കൊക്കെയായിട്ട് എന്ന കാലഘട്ടത്തിൽ കത്തിലായിട്ട് ഞാൻ ആലോചിച്ചു കണക്കെട്ടുന്നു. അപ്പോൾ കഥ പറയാൻ ചോദിച്ചിരിക്കുന്നത് അതെല്ലാം തിരുമേനി ഇങ്ങനെ അന്ന് നോക്കി കണക്കൊക്കെ ഒപ്പിട്ട് തന്നു. കൊച്ചുമാർക്ക് ചായ ഒക്കെ തന്നു. നേരത്തെ അറിയാവുന്നതുകൊണ്ട് നല്ല ബോധ്യത്തോടെ വർത്തമാനം സംസാരിച്ചു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് അന്ന് ഇടവകപ്പെട്ടക്കാരനായ അച്ഛൻ എന്ന വ്യക്തി തിരുമേനിയായി ഇന്ന് ഡെപ്യൂട്ടി മാർഗപ്പുഴയോട് അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ അത് എത്രത്തോളം എനിക്ക് ബലം തന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇറങ്ങുന്നതിന് ഒരു കാര്യമെങ്കിലും സാറേ, ഒരുപാട് ബുദ്ധിമുട്ട് വരുമ്പോൾ കാളിയുടെ അച്ഛനുണ്ടെന്ന് സാറ് ഇപ്പോഴും അത് പറയുന്നത് ഒരുപാട് വിഷമതകൾക്ക് കാളിയുടെ അച്ഛനുണ്ടെന്ന് സാറ് അപ്പൊ നിങ്ങൾക്ക് എല്ലാ എന്താണ് ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം? ഒരുപക്ഷെ അത് എന്നോടല്ല, എന്നോട് ഒരുമിച്ച് ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ഒന്ന് ചേർത്ത് നിർത്താനും ആവശ്യം വരുമ്പോൾ അതൊരു കരുതലാകാൻ സഹായമാകാൻ ഒക്കെ തിരുമേനിയുടെ വിശാലമായ ഒരു മനസ്സ് ഉണ്ട് എന്നത് ഞാൻ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇന്ന് രാവിലെയും തിരുമേനിയുടെ വന്ന് ഇന്നത്തെ ആരാധനയിൽ ചേർന്ന് ബിഷപ്പൊക്കെ എത്തുമ്പോൾ ഒരുപാട് ആളൊക്കെ ഉള്ള പലപ്പോഴും അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അല്ലെ ചിന്തിക്കുന്നെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെ വിളിക്കുമ്പോൾ അവർ ആദ്യം എത്ര പേരുണ്ടാകുമെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ തിരുമേനി ഇന്ന് വേണമെങ്കിൽ ഒരു വലിയ പള്ളിയിൽ പോയി കുറച്ചുകൂടെ ഗംഭീരമായ സ്വീകരണമോ കുറച്ച് ഗംഭീരമായ ആൾക്കാരുടെ സ്നേഹവായ്പൊക്കെ അനുഭവിക്കാമായി. എന്നാൽ അതെല്ലാം ഈ ഒരു കുഞ്ഞു പള്ളിയിലേക്ക് നാമമാത്രമായ നമ്മുടെ പാവങ്ങളെ നമ്മുടെ മധ്യത്തിലേക്ക് അഭ്യർത്ഥന തിരുമേനി സന്തോഷത്തോടെ നമ്മൾ പോലും ആവശ്യപ്പെടാതെ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ദൈവ ശുശ്രൂഷയുടെ മഹത്വത്തെ തിരുമേനി അത് പറഞ്ഞപ്പോഴെല്ലാം തിരുമേനിയുടെ ജീവിതത്തിലെ തിരുമേനി പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും പറച്ചിലും പ്രവൃത്തിയും രണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് കൂടി വരുന്നത് ആ ഒരു വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് ഈ സഭയുടെ എല്ലാവിധമായ നന്ദി കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും ഈ സഭയിലെ ഓരോ കുടുംബാംഗങ്ങളുടെ പേരിലും അഭിവന്ധ്യ തിരുമേനിക്ക് ഈ സമയത്ത് വളരെ ആൾക്കാരെ അറിയിക്കുന്നു. നമുക്കൊരു കയ്യടി കൊടുത്ത് ഒപ്പം തിരുമേനിക്ക് ഒരു നമ്മുടെ സഭയിലെ ഒരു ആളുകൾ കേൾക്കാൻ മുമ്പോട്ട് വന്ന് ഒരു ഷാളുടെ തിരുമേനി ഗസ്റ്റാണ്. നമ്മൾ മാനിച്ചേ പറ്റുള്ളൂ. കൊച്ചമ്മ ഗസ്റ്റല്ല. ഈ സഭയുടെ പഴയകാലത്തുണ്ടായിരുന്ന ഈ പള്ളിയുടെ ആ ശൈശവ പ്രായത്തിൽ കൈത്താങ്ങായി നിന്ന ഒരു കുടുംബത്തിന്റെ അടുത്ത തലമുറയാണ് സ്നേഹനിധിയായ കൊച്ചമ്മ. കൊച്ചമ്മ വീടിവിടെ എത്തിയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കൊച്ചമ്മ സ്വന്തം ഭവനത്തിലേക്ക് നാട്ടിലേക്ക് വന്നതെന്ന് പറയുന്നത് ആ കുടുംബം ശരിക്കും നമുക്കറിയാം. നമ്മുടെ സഭയോട് ചേർന്ന് ഞാനിവിടെ വന്ന് ഇത്ര കസേരയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇത്ര ഒരുപാട് കസേര ആര് വാങ്ങിച്ചാണ് നമ്മൾ വാങ്ങിച്ചാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല, ഇന്ന കുടുംബത്തിന്റെ വകയായി നമുക്ക് വാങ്ങിച്ച് തന്നതാണ്. ഇന്നും നമ്മുടെ സഭയെക്കുറിച്ച് ഒരു കരുതൽ ഞാൻ കൊച്ചനോട് കഴിഞ്ഞ ദിവസം കൊടൈക്കനാൽ മീറ്റിംഗ് കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തത് സാറേ ചെറിയ കുഞ്ഞായിരുന്നു, എനിക്കറിയത്തില്ല എങ്കിൽ അപ്പച്ചൻ അമ്മച്ചൊക്കെ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് തന്നെ ഞാനും അത് എൻ്റെ പള്ളി പോലെ കാണുന്നുണ്ടെന്ന് കൊച്ചൻ പറയാനായിട്ട് തീർന്നു. പ്രത്യേകമായ നന്ദി വീണ്ടും കൊച്ചമ്മയും എത്തിച്ചേർന്നു. ആ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും പ്രതിനിധിയെ ഞങ്ങൾ ഈ സമയത്ത് പ്രത്യേകമായി കൊച്ചമ്മയോടോ നന്ദി പറയുന്നു. ദയവായിട്ട് മുമ്പോട്ട് വന്നാട്ടെ. ഈ സഭയുടെ സെക്രട്ടറി പ്രസിഡന്റ് രേഖ മുമ്പോട്ട് വന്ന് കൊച്ചമ്മയ്ക്ക്
ഫ്രണ്ട്സ് പോലെ പറഞ്ഞു വരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ഇപ്പോൾ ചേർന്ന് പറഞ്ഞാലുള്ളത്, പഠിക്കാൻ തിരുമേനിയെ വിട്ടതിൽ നിന്ന് എനിക്ക് കിട്ടിയ അവിടെ നിന്ന് എനിക്ക് ഗുണപാഠമാണ്. അവിടുത്തെ ക്ലാസ്സിൽ എനിക്ക് കിട്ടിയ ക്ലാസ്സാണ് എപ്പോൾ വേണമെങ്കിലും അധ്യക്ഷൻ ദേവാലയത്തിൽ എത്തുമ്പോൾ മാനിക്കാനുള്ള കരുതൽ അവിടെ ഉണ്ടാകും. എന്നെ അന്ന് പഠിപ്പിച്ചതാണ്. ഈ കഴിഞ്ഞ എൻ്റെ സെമിനാരി പഠനത്തിൽ നമ്മുടെ അധ്യക്ഷൻ എപ്പോൾ വേണമെങ്കിലും വരാം, ഒരു മാനിക്കാറുണ്ട്. അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ ശീലമാക്കി ഇതിനകത്തൊരു സാധനം വെച്ചിട്ടുണ്ടായി ഉപയോഗിക്കാൻ അത് സാധിച്ചു. ഇനിയും ഉടനെ തന്നെ വീണ്ടും ഇതിനകത്ത് ഞാൻ വാങ്ങിച്ചു വെക്കും. അടുത്ത അധ്യക്ഷന് എപ്പോഴാണെങ്കിലും പ്രത്യേകമായ നന്ദി ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ സഭയെക്കുറിച്ച് ഒരു കാര്യം പോലും ഞാനോ ഇവിടുത്തെ കമ്മിറ്റിയോ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സഭയുടെ എല്ലാ സാഹചര്യങ്ങളും അറിയാം. തിരുവേനി തന്നെ പറഞ്ഞു, സഭ വളരുന്നതനുസരിച്ച് എന്നെപ്പോലെ ഒരാളെ ഇവിടെ വെച്ചപ്പോൾ തന്നെ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഒരു ചെറിയ സംശയങ്ങൾ തോന്നിയെങ്കിലും പിന്നെ അതിനും ചില ലക്ഷ്യങ്ങൾ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് എന്നെപ്പോലെ ഒരാളെ ഈ ഇവിടെ സാമ്പത്തിക സാഹചര്യത്തിൽ നിയോഗിച്ചത്. അതിനായിട്ടെല്ലാം പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇന്ന് ദേവാലയത്തിൽ വന്ന് ചേർന്ന എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ സാരഥി, ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ സ്നേഹമുള്ള നിർമ്മൂസിനെ അഭിസംബോധനോടൊപ്പം സുരക്ഷിതനായി വടക്കത്തിൽ എപ്പോഴും ഇതിലൂടെ ഇപ്പോൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രോഗ്രാം മുഴുവൻ. പ്രത്യേകമായ നന്ദി പ്രിയ നിർമ്മൂസിനോട് ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതിന് നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. പള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ റിസപ്ഷൻ വന്നതിന് ശേഷം ദയവായി നിങ്ങൾ എല്ലാവരും ഒന്ന് വരണം. നമുക്ക് തിരുമേനിയോട് ചേർന്ന് എല്ലാവരുടെയും ഒരു ഫോട്ടോ, കാരണം നമ്മുടെ തിരുമേനിയോട് വന്നത് അതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചു. ഒരു ഫോട്ടോ ഇവിടെ എടുത്ത് അതിനുശേഷം നമുക്ക് പോകാം. അമ്മമാർ പോയാലും കുഴപ്പമില്ല. നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നമ്മുടെ മറ്റേ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ഇവിടെ വന്ന് നിൽക്കാൻ സമയമുള്ളവരെ സഹകരിക്കണം എന്ന് ഓർമ്മിക്കുന്നു. എല്ലാത്തിനും പ്രത്യേകമായ നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് നോട്ടീസ് ഉപസംഹരിക്കുന്നു. ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വരാൻ ഇടയായതിലും ഒരുമിച്ച് നമുക്ക് തയ്യാറായി പാലിക്കാവുന്നതിലും. സാർ പറയുന്ന എനിക്ക് അങ്ങനെ പറയാനിരിക്കാനില്ല. കാരണം സാറിങ്ങനെ ഓരോ കാര്യങ്ങൾ വളരെ ഭംഗിയായി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും മെച്ചപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് നിർദ്ദേശം പ്രകാരം മിഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു അച്ഛൻ റിസർച്ചോടെ എന്നുള്ള നിലയിൽ ഇവരൊക്കെയായിട്ട് വളരെ ഒരു അങ്ങനെ വേറൊരാളെന്നുള്ള ചിന്ത ഇല്ല. എപ്പോഴും അവിടെ സഹ കൂട്ടുകാരെന്നുള്ള രീതിയിലാണ് അവർ എന്നോടും ആ രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. അതെല്ലാം ഞാൻ സമയം നന്ദിയോടെ ഓർക്കും. പ്രത്യേകിച്ച് മിഷൻ പിള്ളേർക്ക് ഈ സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ പരിചിതമാണ്. അച്ഛനായിരുന്ന സമയത്ത് അല്ലെങ്കിൽ മിഷൻ്റെ ചുമതലയുള്ള സമയത്ത് രാവിലെ മുറ്റത്ത് ചെല്ലുമ്പോഴേ അറിയത്തുള്ളവർ ഇങ്ങനെ ഡയറക്ടർ വന്നു എന്നുള്ള കാര്യം അത് അവർക്ക് പരിചിതമാണ്. നേരത്തെ അവർ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിധമായ ഒരുക്കങ്ങളോ ഒന്നും വേണ്ട. വരുമ്പം ഇത് ഒരു നല്ല വാക്ക് പറഞ്ഞ് സ്വീകരിക്കാതെ ഒരു മര്യാദയാണല്ലോ. കാണുക പോവുക എന്നുള്ളതാണ് അതിൻ്റെ അന്നത്തെ ഒരു ഉദ്ദേശം വേറെയാണ്. ഇന്ന് അത് കുറച്ചുകൂടെ വ്യത്യാസമാണ് എന്ന് ഞാൻ പറയട്ടെ. അന്ന് ഇവരെ ഒന്ന് പരിശോധിക്കാനൊക്കെ വേണ്ടിയാണ് എന്ത് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇവർ റിപ്പോർട്ട് തരുമ്പോൾ ആ റിപ്പോർട്ട് പറയുക ശരിയാണെന്ന് അറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത്. ചിലപ്പോൾ പറയും എല്ലാ ഞായറാഴ്ചയും 50 പേര് വഴി വരുന്നുണ്ട്, 25 പേര് വഴി വരുന്നുണ്ട് എന്നൊക്കെ ഇവർ പറയും. വീട് വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിസ്റ്റൊക്കെ വരുന്നത് കൃത്യമായിട്ടുള്ള ഒരു രീതി അന്ന് മിഷണന്മാരോട് ഇന്നുമുണ്ട്. അപ്പോൾ ഇത് പറയാതെ ചെയ്യുന്നു. അപ്പോൾ 50 പേര് വരുന്നുണ്ട്, 20 പേര് വരുന്നതെന്ന് പറയുമ്പോൾ ആ പള്ളി ചിലപ്പോൾ ചെല്ലുമ്പോൾ 5 6 പേരെ കാണും. അപ്പോൾ നമ്മൾ പിന്നെ അവരെ കാണുമ്പോൾ ഇതിന് ആളെ ഓർക്കും. വീട് വിസിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചോദിക്കുന്നത് എത്ര പേരാണ് ചെയ്യും, അങ്ങനെ അവരെ ചോദിക്കും. അവരെ കുറ്റപ്പെടുത്താനല്ല, അവരെ ഒന്നുകൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണം. അങ്ങനെ ഉള്ള പരിചയങ്ങൾ കൊണ്ട് ചില സമയങ്ങളൊക്കെ മിഷന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ബുദ്ധിമുട്ട് വേറെ ഒന്നുകൊണ്ടല്ല, വരുമ്പം ഒരു ഗ്ലാസ് കട്ടൻ ചായ മദർ വിട്ട് കൊടുക്കാനില്ലല്ലോ എന്നുള്ള വിചാരം അവരെ പലപ്പോഴും ചെയ്തിരുന്നു.
അവരെ വിളിച്ചു. ഒരിക്കൽ ഞാനൊരു വിസിറ്റ് ചെയ്തപ്പോൾ രാവിലെ അവിടെ 7:30 ആരാധന. ഞാൻ 7 മണിയായപ്പോൾ അവിടെ ചെന്നു. 7 മണിയായി ചെന്ന് പാഴ്സലിൽ നിന്ന് വിഷുമേടി വിട്ടിട്ടിരുന്നു. ഞാൻ വിളിച്ചു, സാറേ എന്ന് വിളിച്ചു. സാറ് കേട്ടിട്ട് വിടിയില്ല. സാറ് ഓടി വന്നു. ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ കൈപ്പിടി ഇങ്ങനെ ഒടിച്ച് നിൽക്കുക. നിന്നപടി നിന്നു, ഒരു വാക്കുപോലും പറയുന്നില്ല. ഞാൻ പിന്നെയും വിളിച്ചു, സാറേ അത്തരമാണ് അദ്ദേഹം ചെയ്തത്. ഗുഡ് മോർണിംഗ്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി സാർ? അച്ഛാ വേറെ ഒന്നുമല്ല, അച്ഛന് വരുന്നൊന്നും പറഞ്ഞായിരുന്നെങ്കിൽ, ഇന്നലെ വൈകുന്നേരം പറഞ്ഞായിരുന്നെങ്കിൽ അതിനുള്ള ക്രമീണം. ഞാൻ എന്തൊരു ക്രമീണം? വേറെ ഒന്നുമല്ല, ഒരു ഗ്ലാസ് ചായ മധുരമിട്ട് തരാനുള്ള പ്രചാരം പോലും എനിക്ക് ഇവിടെ അതോർത്ത് നിന്ന് പോയ സങ്കടം കൊണ്ട് നിന്ന്. അന്നത്തെ ഒത്തിരി സ്ഥിതി മാറിയിട്ടുണ്ട്. കാരണം ഈ ഓരോ ബുദ്ധിമുട്ടും അന്ന് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഈ മിഷൻ മീറ്റിംഗ് വരുമ്പോൾ അന്ന് ഇത്രയും 10,000 രൂപ അന്ന് കൊടുക്കാനില്ല. അന്ന് കൊടുക്കുന്ന തുച്ഛമായ സാധനം മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ഭാഗമായിട്ട് 6 ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും. 6 ബിസ്ക്കറ്റ് അത് പകുതി പേര് ഒഴിച്ച് ഓരോ ദിവസം വെച്ചു കൊടുക്കും. 30-ാം തീയതി വരെ കൊടുക്കാനുള്ളത് ഇല്ല, അതിനെ തീരും. പിന്നെ കുറച്ച് ദിവസം ബിസ്ക്കറ്റ് ഇല്ല. അത് കാരണത്തെ എങ്ങനെയാണ് നമ്മളിങ്ങനെയായത് എന്നാണ് നോക്കുമ്പോൾ അവരൊക്കെ വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്ത് ഇന്നും ശുശ്രൂഷയിലൂടെ വളരെ ശുശ്രൂഷയോടെ വരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഈ ലാസ്റ്റ് സമയത്ത് പറഞ്ഞാലും നേരത്തെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, തിരക്കിലൂടെ ചെയ്യും. അത് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള രീതിയിലാണ് നമ്മൾ വരുന്നത്. ഇവിടെ വരുമ്പോഴും പറഞ്ഞ സാർ പറഞ്ഞു കാപ്പി ഉണ്ടാക്കുന്ന അച്ഛനോട് നേരത്തെ പറഞ്ഞിരുന്നു. എങ്കിലും അവരുടെ സ്നേഹവും അവരുടെ കരുതലും ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളിലൂടെയാണ് ഈ ശുശ്രൂഷകളെല്ലാം വന്നിട്ടുള്ളത്. ഇപ്പോഴും അവിടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് തീർന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കാറില്ല, കാരണം ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എന്തെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് അത് അങ്ങനെ ചോദിക്കാറില്ല. കണ്ട് അങ്ങനെ പോകാനായിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഒരിക്കലൊരു ശുശ്രൂഷ എനിക്കൊരു കത്തെഴുതി തിരുമേനിയായ ശേഷം. തിരുമേനി എൻ്റെ സുഹൃത്താണ്, കൂട്ടുകാരനാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതൊരു കാര്യം തിരുമേനി അറിവിലേക്ക് പറഞ്ഞു. പിന്നെ സവാൾ ഇത്തരത്തിലൊരു വാക്കാണ് കിട്ടാറ്. അതിൽ കുറച്ച് കിട്ടുവാണ് നല്ലതായിരിക്കും ഒരു ഡിമാൻഡ്. മറ്റൊന്ന്, ഞാൻ ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്തു, എനിക്ക് ഇതുവരെയും നനയാത്തൊരു വീട്ടിൽ കിടക്കാനാണ് പറ്റി. നനയാത്തൊരു വീട്ടിൽ കിടക്കാൻ പറ്റും. നല്ല ഒരു തറയുള്ള ഒരു വീട്ടിൽ പോകാൻ എനിക്ക് പറ്റി. എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, തിരുമേനി പപ്പായുടെ കൂട്ടുകാരനാണെന്നല്ല പറയുന്നത്, കൂട്ടുകാരനോട് ചെന്ന് പറയാം, നമുക്ക് റിട്ടയർഡ് ആകാൻ മുമ്പ് ഒരു നല്ല വീട്ടിൽ കിടക്കാൻ പറ്റും. സാർ അതിന് കൂടെ എഴുതിയിരുന്നു. അതുകൊണ്ട് അവന് ഭയങ്കര മടിയാണ് നമ്മുടെ കൂടെ താമസിക്കാൻ. കുറച്ച് നാൾ അവരുടെ കൂടെ നല്ല ഞാൻ അന്നേരമാണ് ആ രീതിയിൽ ചിന്തിക്കുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു നല്ലൊരു പള്ളി ഇതുവരെ കിട്ടിയിട്ടില്ല. മൊത്തം അദ്ദേഹത്തിന് ഇരുന്ന പള്ളികളെല്ലാം നോക്കി. പിന്നീട് ഞാൻ അങ്ങനെ ഒരു നല്ലൊരു പള്ളി അദ്ദേഹത്തിന് കൊടുത്തു. ശമ്പളം ഇല്ലാത്തടത്താണ് എല്ലാം ഇരുന്ന് പോകുന്നത്. ശമ്പളമുള്ള പള്ളി ചെയ്തതിന് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ശുശ്രൂഷയിൽ കടന്നു പോയിട്ടുള്ളത്. ദൈവം ഇത്രത്തോളം ചെയ്യും നമ്മളെ സഭാമക്കളുടെ കമ്മ്യൂണിറ്റി സഹായം ഉണ്ട്. ഇതിൻ്റെ സ്വന്തമായ പ്രയാസങ്ങളിലൊക്കെ നദികളാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്. അവർക്ക് ധാരാളം ആവശ്യം സാധാരണ ആവശ്യങ്ങളിലാണ് പലപ്പോഴും നിറവേറ്റാൻ പറ്റിയിട്ടില്ല. മക്കൾക്കും അവരുടെ ആവശ്യങ്ങൾ കൊടുക്കാനും രീതിയിൽ പലപ്പോഴും പറ്റുന്നില്ല. അതൊക്കെ ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത. എന്നാലും ഒരു സന്തോഷത്തോടെ ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇപ്പൊ ഒരു ഷാള് ഇടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണോ അങ്ങനെ ഒന്നും ചെയ്തില്ല. പറഞ്ഞു കൊടുത്തല്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് പ്രത്യേകിച്ച് ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. അത് ഈ സഭയുടെ ഒരു ആദരവായിട്ട് തന്നെ കാണും. നമ്മളെല്ലാം അറിയുന്നത് പോലെ CSI സഭയുടെ 2ാം സ്ഥാനമാണ് ഡെപ്യൂട്ടി മോഡൽ എന്നുള്ള സ്ഥാനം. ആഗമനമായ CSI സഭയുടെ 2ാം സ്ഥാനമാണ് ഡെപ്യൂട്ടി മോഡൽ സ്ഥാനം. അതങ്ങനെ ദൈവത്തിന്റെ ഒരു കൃപയാലയം ലഭിച്ചു എന്നല്ലാതെ വേറെ ഒന്നും പറയാനായിട്ടില്ല. നിങ്ങളെല്ലാവരും അറിയുന്നത് വളരെ ചുരുങ്ങിയ നാളത്തേക്കാണ് ഇതുള്ളത് ഉണ്ടായിരുന്നത്. പക്ഷെ അത് അടുത്ത സിനഡ് സമ്മേളനം വരെ അത് ഉണ്ടാകുള്ളൂ. ജനുവരിയിൽ അത് നടക്കേണ്ടതാണ്. ജനുവരിയിൽ നടക്കേണ്ട സിനഡ് സമ്മേളനം ഇങ്ങനെ മാറി പോകുന്നത് കൊണ്ടാണ് രണ്ടു പോകുന്നത്. ജനുവരിയിൽ തന്നെ സ്ഥാനം തീരുമാനം അതിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
നോർത്ത് അമേരിക്കയിൽ വെച്ച് നഷ്ടപ്പെടുകയാണ്. പിന്നെ മഠം തിരുമേനി മറ്റു ഓഫീസേഴ്സ് എല്ലാം അവിടെ പോകുന്നുണ്ട്. അതങ്ങനെ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ 26 മഹാടകൾ, എല്ലാ മഹാടകളും പ്രാർത്ഥിക്കുക, എല്ലാ ബിഷപ്പ്മാരും പ്രാർത്ഥിക്കുക. ഒത്തിരി ബുദ്ധിമുട്ടുള്ള മഹാടകളുണ്ട്, പ്രശ്നങ്ങളുള്ള മഹാടകളുണ്ട്. അതെല്ലാം ഓർത്ത് നിങ്ങൾ ദൈനംദിന പ്രാർത്ഥന ഓർക്കണം. ഞങ്ങളെ ബിഷപ്പ്മാരോട് പ്രാർത്ഥിക്കണം, അച്ഛന്മാരോട് പ്രാർത്ഥിക്കണം, ശുശ്രൂഷകരെ മിഷന്മാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. അത് നമ്മളൊരു കടമയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈനംദിന പ്രാർത്ഥനയിൽ ആ കാര്യത്തിലും ഓർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഈ സഭയോടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയാതെ സാറിനോട് പറഞ്ഞു. എൻ്റെ ബന്ധമാക്കുന്നത് അവരോടെയാണ് കൂടുതലായിട്ട് ഈ സഭയോടുള്ള ബന്ധം. എനിക്കും അവർ താല്പര്യം ഉണ്ടായിട്ടുള്ളത് ഞാൻ സമയത്ത് പറയട്ടെ. അവർ വളരെ പിന്നാളിൽ ഇവിടെ നിന്ന് പോയി. എന്നാൽ ഒരു കാലഘട്ടത്ത് അവർ വളരെ ആശ്രയമായി ഈ സഭയുണ്ടായിരുന്നത് ഇപ്പോഴും അവരുടെ മനസ്സിൽ അവരുടെ പേരൻസും എനിക്കും മുന്നിലും ഒക്കെ നിങ്ങൾക്കുണ്ട്. ഒറ്റപ്പാല സഭ നമ്മുടെ പ്രധാനപ്പെട്ട സഭയാണ് എന്ന് അവർ പറഞ്ഞാൽ അവരുടെ മക്കളും കഴിയുന്നു. അവരുടെ മനസ്സിൽ ഇപ്പോഴും ഈ സഭയുണ്ട് എന്നുള്ള കാര്യത്തിൽ തറക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവർ വലിയൊരു കാര്യമായിട്ട് പറയാനില്ലെങ്കിലും ഒരാവശ്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മനസ്സ് അവർക്കുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. തീർച്ചയായിട്ടും തുടർന്നാണെങ്കിലും അതുണ്ടാകട്ടെ, ഉണ്ടായിരിക്കും എന്ന് പറയാൻ യാതൊരു തത്വമില്ലാതെ അവരുടെ മാതാപിതാക്കളുടെ അവർക്ക് കിട്ടിയ അറിവാണ്. മറ്റു കൂടാതെ ഇവിടെയുള്ള പല ആൾക്കാരുമായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിൽ എനിക്ക് പരിചയപ്പെടാനുണ്ടായിട്ടുണ്ട്. വഴികളവ് ഒറ്റയിട്ട് നിങ്ങളുടെ മറ്റ് ആൾക്കാർ നമ്മുടെ സഭക്കാരില്ലാത്തവരും ക്രൈസ്തവ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളുമുണ്ട്. അതെല്ലാം കുടുംബമായിട്ടുള്ള ബന്ധത്തിലാണ് എനിക്ക് പരിചയപ്പെടാനായിട്ടുള്ളത്. അതെല്ലാം പറഞ്ഞ് ഞങ്ങളെ സാധനം ചെയ്തതിലും ആദരിച്ചതൊക്കെ പ്രത്യേകിച്ച് സാധിക്കും പറയുന്ന മക്കളും അവരും ഈ കാലഘട്ടത്തിലൂടെ മനോഹരമായ ശുശ്രൂഷ ചെയ്യുന്നത് അനുഗ്രഹമായി തീരട്ടെ. കുടിവെള്ള സ്രോതസ്സിനെ കുറിച്ചാണ് ആളുകൾ വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത്. കുടിവെള്ളം നമുക്ക് കിട്ടട്ടെ. ഏതെല്ലാം മുഖാന്തരം നമുക്ക് കിട്ടാൻ പരിശ്രമിക്കാമോ അതെല്ലാം നോക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ ആ ഒരു മറ്റ് വിദഗ്ധ സംവിധാനങ്ങളിൽ സർക്കാർ പ്രകാരം ചെയ്യുന്നത് അതിലേക്ക് കൂടെ നമ്മൾ കിട്ടുമെന്ന് നോക്കണം. എന്നിരുന്നാലും നല്ലൊരു സംഖ്യ തുക എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക്. അതൊന്നെങ്കിൽ ശുശ്രൂഷ കഴിയുന്നു, അല്ല സഭയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് 3-4 മാസത്തേക്ക് പോകുന്നു. കുടിവെള്ളം പൈസ വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടെയായിരുന്നു. അപ്പോൾ അതൊരു വികാരമാണ് നോക്കുന്നത്. സാറ് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു സ്രോതസ്, 2 സ്രോതസ് നമ്മൾ പലപ്പോഴും ആരായാറുണ്ട്. അതിലേതെങ്കിലും ഒന്നെങ്കിലും എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് കിട്ടിയേ തീർത്തുള്ളൂ. അത് നാട്ടാതെ കിട്ടിയാൽ മറ്റു സ്രോതസ്സുകൾ അതും കൂടി നിങ്ങൾ നോക്കുക. അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുക. അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭ പലവിധമായ അനുഗ്രഹങ്ങളും സഭ നമുക്ക് നേരുന്നു. നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. സഭയും പരിസരങ്ങളിൽ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അത് സഭയെക്കുറിച്ചുള്ള കരുതലാണ്. ദൈവ ആരാധനയെക്കുറിച്ചുള്ള ദിവസം പറയുന്നത് സൈന്യങ്ങളെ പോയി ഇതിവാസം എത്ര മനോഹരം, ഇതിവാസം എത്ര മനോഹരം, വളരെ പ്രത്യേകത. നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണുന്നത് അത്രയും തോന്നുന്നതായിരിക്കും. പക്ഷെ ഇതിപ്പോ സാറ് പറഞ്ഞത് എവിടെ എല്ലാം പോകുന്നത് അവിടെ ദേവാക്കളുടെ ഉത്സവം കാര്യങ്ങളെല്ലാം കാണുന്നു. മനോഹരമായ ഗായസംഗം യൂണിഫോമൊക്കെ പാടുന്നു അല്ലേ, പൊസിഷൻ എല്ലാം കാണുന്നുണ്ട്. അതെല്ലാം വളരെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി കൃത്യമാണ് ഇത് ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സഭ ഇനിയും വളരട്ടെ. സ്വയത്രാണത്തിൽ സഭ വളർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. എല്ലാ സഭയിലും പക്ഷേ പറ്റത്തില്ലായെങ്കിലും പറ്റുന്നതിന് എന്ത് ചെയ്യുക, ആ കാര്യം മുമ്പോട്ട് പോകണം. സഭാ കമ്മിറ്റി അതിന് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ പ്രവർത്തനം ഏർപ്പെടുന്നു. അതിനും അവരെ ദൈവം സഹായിക്കട്ടെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തന്ന എല്ലാ ആദരത്തിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നല്ല വാക്കുകൾക്ക് കാര്യം പറയാനില്ല, എനിക്കെങ്കിലും പറയാനും അറിയത്തില്ല. നല്ല വാക്കുകൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. എല്ലാവരും നമുക്ക് എല്ലാവർക്കും കീർത്തനം പാടി സിസ്റ്ററോട് നമ്മുടെ ആരാധന അവസാനിപ്പിക്കാം. കീർത്തനം 261. Oh
കൊച്ചമ്മ ഇതുപോലെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടിയങ്ങളെല്ലാം സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ കർത്താവേ, ഈ നല്ലൊരു ദിവസത്തിനായി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, അടിയങ്ങൾക്ക് ഈ സഭയോട് ചേർന്ന് ഇവിടെ ആരാധന കൂടുവാൻ ദൈവം സഹായിച്ചതിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, ഇന്ന് കേട്ട വചനത്തിനായി അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ നാളുകളും കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ അടിയങ്ങൾക്ക് ഹൃദയത്തിലായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടുത്തെ സഭാ ശുശ്രൂഷനോടും വശങ്ങളോടും മക്കളോടും ചേർന്ന് കർത്താവെ അടിയങ്ങൾക്ക് ഒരിക്കൽ കൂടി കർത്താവെ സ്ഥലത്തിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി അടിയങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളെയും കർത്താവകാരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവിടുത്തെ സഭാമക്കളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ദൈവം കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ദൈവം വഴി നടത്തി കർത്താവെ ദൈവം ചെയ്ത എല്ലാ നന്മകളെയും ഓർത്തറിയുന്ന സ്തുതിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്കാരെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സാറിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളുകൾ തോറും ദൈവം അവിടെ നിന്ന് ലഭിക്കുന്ന നന്മകൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാ സഭാമക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ സംഘടനകളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാൾക്ക് നാളും ബലപ്പെട്ടു വരുവാനും അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളെ ദൈവം അവിടുന്ന് കൂടുതലായിട്ട് എടുത്ത് ഉപയോഗിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സഭയുടെ എല്ലാ ആവശ്യങ്ങളും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ദൈവം സംസ്കൃതി ദൈവം ഇടയാക്കി കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിന്റെ ആവശ്യമുണ്ട് നാഥ, അവർക്ക് ആവശ്യമായ ജലം ലഭിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ദൈവം കൂടി അനുഗ്രഹിച്ച് നടക്കുന്ന കാര്യങ്ങളും ദൈവത്തിന് സന്നിധിയിലേക്ക് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടെ അടിയങ്ങളെ ഏവരെയും ദൈവങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അടിയങ്ങൾക്ക് പിരിഞ്ഞു പോകുന്ന പ്രിയാത്തിനായ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഓരോരുത്തരുമേ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം സർവ്വേശ്വരന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ